ഹലോ എവരി വൺ വെൽക്കം ടു സി ജി ലെക്ചേഴ്സ്. സോ നമ്മൾ ഈ റീസെന്റ് ആയിട്ട് ചോദിച്ച 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ. 2023 LP UP എക്സാംസ്, അതേപോലെ 2022 LP UP എക്സാംസിന് ചോദിച്ച ചോദ്യങ്ങൾ നല്ല രീതിയിലാണ് ഡിസ്കസ് ചെയ്ത് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. LP സ്കൂൾ ടീച്ചർ 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സോൾട്ട് ബ്രിഡ്ജുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ, സിങ്ക് റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫേറ്റ് ജലീയ ലായനിയിൽ സിങ്ക് 2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി, കോപ്പർ റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും കോപ്പർ സൾഫേറ്റ് ജലീയ ലായനിയിൽ കോപ്പർ 2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി, സിങ്ക് റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഓപ്ഷൻ ഡി, കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഗാൽവനിക് സെല്ല് എന്താണെന്ന് നല്ലപോലെ അറിയണം കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം എന്താണ് ഈ ഒരു ഗാൽവനിക് സെല്ല് എന്നുള്ളത്. നമ്മളൊരു ഗാൽവനിക് സെല്ല് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 2 ബീക്കർ ഉണ്ട്. ഓരോ ബീക്കറിലും എന്തുണ്ട്, നമുക്ക് സിങ്ക് സൾഫേറ്റിന്റെ ഒരു സൊല്യൂഷനും ഒരു കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 ബീക്കറിലേക്ക് നമ്മൾ ഓരോ മെറ്റലിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അതായത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഒരു സിങ്ക് മെറ്റലിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ ഒരു കോപ്പറിന്റെ മെറ്റൽ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിങ്ക് മെറ്റൽ പീസിന്റെ അകത്തുള്ളത് സിങ്ക് ആറ്റങ്ങളാണ് കേട്ടോ. സിങ്ക് ആറ്റങ്ങളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് സീറോ ചാർജ് ആണ് കേട്ടോ, സീറോ ചാർജ് ആണ്. ഇവിടെ കോപ്പറിൽ കോപ്പർ ആറ്റങ്ങളെ നിങ്ങൾക്ക് സീറോ ചാർജിൽ കാണാനായിട്ട് സാധിക്കും. ഇവരെ തമ്മിൽ നമ്മുടെ 2 മെറ്റാലിക് വയർ, ഒരു മെറ്റാലിക് വയറുമായിട്ട് ഈ 2 മെറ്റൽ പീസുകൾ തമ്മിൽ കണക്ട് ചെയ്തു. അതിലേക്ക് എന്ത് ചെയ്തു, ഒരു ബൾബ് നമ്മൾ കണക്ട് ചെയ്തു. കാരണം നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു സിങ്ക് കൂടുതൽ റിയാക്റ്റീവ് ഉള്ള മെറ്റലാണ് കേട്ടോ. കോപ്പറിനെ വെച്ച് നോക്കുമ്പോൾ സിങ്ക് കൂടുതൽ റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും. അപ്പോൾ ഈ മെറ്റലിലുള്ള സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. കാരണം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ സിങ്ക് ആ ഒരു മെറ്റലിൽ ഇരിക്കത്തില്ല, അതെന്ത് ചെയ്യും, ആ സൊല്യൂഷനിലേക്ക് വരും. അങ്ങനെ സൊല്യൂഷനിലേക്ക് വന്നാൽ സിങ്ക് 2+ ആയിട്ട് മാറും. സിങ്ക് 2+ ആയിട്ട് മാറും. ഈ നഷ്ടപ്പെടുത്തിയ ഈ ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ഒരു മെറ്റാലിക് വയറിലൂടെ സഞ്ചരിച്ച് ആരെടുക്കും, അത് ഈ സൊല്യൂഷനുള്ള Cu2+ എടുക്കും. അപ്പൊ ഈ മെറ്റാലിക് വയറിലൂടെ സഞ്ചരിച്ചു, അത് ആരെടുത്തു, Cu2+ എടുത്തു. നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഒരു ബൾബ് കത്തിയല്ലേ, അതായത് അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഒരു വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ടാ മൂവ് ചെയ്ത്, സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് മൂവ് ചെയ്ത്. അപ്പൊ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോഴും കോപ്പറിൽ നിന്ന് സിങ്കിലേക്കായിരിക്കും കേട്ടോ. ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ Cu2+ ഈ ഒരു ഇലക്ട്രോണിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് Cu ആറ്റമായിട്ട് മാറും. ആറ്റമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർ ആറ്റമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സൊല്യൂഷനിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അവരെന്ത് ചെയ്യും, അവർ നേരെ ഈ ഒരു മെറ്റലിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ഇതിലുള്ള ഒരു സിങ്ക് മെറ്റൽ എന്ത് ചെയ്തു, 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറി, സിങ്ക് 2+ ആയിട്ട് മാറി അല്ലെ. സൊല്യൂഷനിൽ വന്നു, സിങ്ക് 2+ ആയിട്ട് മാറി. ആ ഒരു 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു, മെറ്റാലിക് വയറിലൂടെ സഞ്ചരിച്ചു, അത് വേറെ Cu2+ എടുത്തു. അതെന്ത് സംഭവിച്ചു, മെറ്റലായിട്ട്, ഒരു കോപ്പർ മെറ്റലായിട്ട് വന്ന് ഈ ഒരു ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു കുറച്ച് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് അയോൺസിന്റെ അല്ലെ, പോസിറ്റീവ് ചാർജുകളുടെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടി അല്ലെ, പോസിറ്റീവ് ചാർജുകളുടെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടി. അങ്ങനെ അടുത്ത ഒരു സിങ്ക് പിന്നെ ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു സിങ്ക് എന്ത് ചെയ്തു, ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി. പക്ഷെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടെ കുറെ പോസിറ്റീവ് ചാർജ് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുകൾ എന്ത് ചെയ്യും, ആകർഷിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരെന്ത് ചെയ്യും, അവരെ ആര് പിടിച്ച് വലിക്കും, ഈ പോസിറ്റീവ് ചാർജ് പിടിച്ച് വലിക്കും. അപ്പൊ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു യു ഷേപ്പ് ഉള്ള ഒരു ട്യൂബിനെയാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് പോലുള്ള ഇലക്ട്രോലൈറ്റ്സിനെ ഫില്ല് ചെയ്യും. എന്താണ് ഇലക്ട്രോലൈറ്റ്സിനെ ഫില്ല് ചെയ്യും, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് പോലും. അപ്പം ഇതാണ് നമ്മുടെ നോക്കിയ പൊട്ടാസ്യം. K+ ഉണ്ട്, Cl- ഉണ്ട് കേട്ടോ. ഒരു മൈനസ് ചാർജ് കാണിച്ചിട്ടുണ്ട്, K+ഉം Cl-. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു യു ഷേപ്പ് ട്യൂബിലേക്ക് ഫില്ല് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഈ രണ്ടിടത്തും നമ്മൾ കോട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ, കോട്ടൺ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പോസിറ്റീവ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇവിടെ ആരുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള Cl- ഉണ്ടല്ലേ. അവരെന്ത് ചെയ്യും, ഈ ഒരു സൊല്യൂഷനിലേക്ക് വരും. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടുത്തെ എല്ലാ Cu2+ ഇവിടെ വന്ന് കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ സൊല്യൂഷനിൽ ആരുടെ എണ്ണമാണ് കൂടുതൽ, 2- എണ്ണമാണ് കൂടുതൽ. SO4 2- എണ്ണമാണ് കൂടുതൽ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യും, ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം എന്ത് ചെയ്യും, ഈ സൊല്യൂഷനിലേക്ക് വരും. അപ്പൊ ഇവിടുത്തെ ആ ഒരു പോസിറ്റീവ് ചാർജിനെ ആര് ന്യൂട്രലൈസ് ചെയ്തു, ഈ നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ ന്യൂട്രലൈസ് ചെയ്തു. ഇവിടുത്തെ നെഗറ്റീവ് ചാർജിനെ പോസിറ്റീവ് ചാർജുള്ള പൊട്ടാസ്യം ന്യൂട്രലൈസ് ചെയ്തു. അപ്പൊ ഇനി എന്ത് സംഭവിക്കാൻ പറ്റും, ഈ ഇലക്ട്രോണിന് വീണ്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ആ ആൾ എന്ത് ചെയ്തു, താഴേക്ക് വന്നു, 2+ ആയിട്ട് മാറി, വീണ്ടും എന്ത് ചെയ്തു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഈ Cu2+ അത് സ്വീകരിച്ചു, എന്ത് സംഭവിച്ചു, കോപ്പറായിട്ട് മാറി.
അപ്പൊ നിങ്ങൾ നോക്കി ഈ റിയാക്ഷൻ എപ്പം വരെ കണ്ടിന്യൂ ചെയ്യും? ഇതിലുള്ള സിങ്ക് ആറ്റങ്ങളെല്ലാം സിങ്ക് 2+ ആവുന്നവരെ എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ത് ചെയ്തു? സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷൻ കൂടി അല്ലെ? ഇവിടെ ആരുടെ കോൺസെൻട്രേഷൻ കൂടി? SO4 2- കോൺസെൻട്രേഷൻ കൂടി. കാരണം Cu2+കളെല്ലാം എന്തായിട്ട് മാറി? Cu ആയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു മെറ്റലില് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ ഈ മെറ്റലിന്റെ സൈസ് എന്ത് ചെയ്യും? വളരെ ചെറുതായി വരും അല്ലെ? എന്നാൽ ഈ ഒരു കോപ്പർ മെറ്റലിന്റെ സൈസ് എന്ത് ചെയ്യും? വളരെ കൂടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ഒരു ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. സിങ്ക് റോഡിന്റെ വെയിറ്റ് നഷ്ടമാവുകയും സിങ്ക് സൾഫേറ്റ് ജലീയ ലായനിയിൽ സിങ്ക് 2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യും അല്ലെ? അവരുടെ കോൺസെൻട്രേഷൻ കൂടി അവരിൽ നിന്ന് സിങ്കിന്റെ വെയിറ്റ് നഷ്ടമായി അല്ലെ? എല്ലാം സിങ്ക് 2+ ആയിട്ട് മാറി. അപ്പൊ ഈ സെന്റൻസ് എന്താണ്? കറക്റ്റ് ആണ്. കോപ്പർ റോഡിന് വെയിറ്റ് നഷ്ടമാവുകയും കോപ്പർ സൾഫേറ്റ് ജലീയ ലായനിയിൽ കോപ്പർ 2+ അയോണുകളുടെ ഗാഢത കൂടുകയും ചെയ്യുന്നു. കോപ്പർ റോഡിന് വെയിറ്റ് നഷ്ടമാവുന്നുണ്ടോ? ഇല്ല അല്ലെ? അവരുടെ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. സിങ്ക് റോഡിൽ നിന്നും കോപ്പർ റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അത് നിങ്ങൾ നോക്കിയാൽ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് ആര് സഞ്ചരിച്ചത്? ഇലക്ട്രോൺ സഞ്ചരിച്ചത്. ഇലക്ട്രോൺ സഞ്ചരിച്ചതിന്റെ ഓപ്പോസിറ്റ് വേണം ആര് സഞ്ചരിക്കാനായിട്ട്? കറണ്ട്, വൈദ്യുതി സഞ്ചരിക്കാനായിട്ട്. അപ്പം സിങ്കിൽ നിന്ന് കോപ്പർ റോഡിലേക്ക് വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു എന്നുള്ള ഓപ്ഷൻ എന്താണ്? തെറ്റാണ് അല്ലെ? ഇലക്ട്രോൺ ആണ് സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് മൂവ് ചെയ്യുന്നത്. കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്ക് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് അല്ലെ? അതാണ് കറക്റ്റ്. കാരണം ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ഉണ്ടാകുന്നത്? വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. അപ്പം ഓപ്ഷൻ എയും ബിയുമാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കി ഓപ്ഷൻ സി ആണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റന്റുകളിൽ ഏതാണ് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത്? അപ്പൊ നമുക്കിവിടെ കുറെ റേറ്റ് കോൺസ്റ്റന്റുകൾ തന്നിട്ടുണ്ട് കേട്ടോ. റേറ്റ് കോൺസ്റ്റന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് കെ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നമ്പറുകൾ നിങ്ങൾ നോക്കേണ്ട കാര്യമേ ഇല്ല, ഏത് ഓർഡർ ആണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റന്റിൽ ഏതാണ് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനം. ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ യൂണിറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് നമുക്ക് ജനറൽ ആയിട്ട് എഴുതാവുന്നത് K = മോൾ 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് റേസ് ടു -1 എന്നുള്ളതാണ് യൂണിറ്റ് കേട്ടോ. നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇതാണ് എന്ന് പറയുന്നത് ഒരു റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അങ്ങനെ എന്തായിട്ട് മാറും? മോൾ 1 - 1 എന്ന് വരും, ലിറ്റർ 1 - 1 എന്ന് വരും, സെക്കൻഡ് റേസ് ടു -1 എന്ന് വരും. ഇനി 1 - 1 എന്താണ്? 0 ആണ്. അപ്പം മോൾ റേസ് ടു 0, ലിറ്റർ റേസ് ടു 0, സെക്കൻഡ് റേസ് ടു -1 എന്ന് വരും. ഏതൊരു സംഖ്യ റേസ് ടു 0 എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇതെന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. പിന്നുള്ളത് ആരാണ്? സെക്കൻഡ് റേസ് ടു -1 ആണ് ഉള്ളത്. അപ്പൊ കെയുടെ നമുക്ക് യൂണിറ്റ് കിട്ടിയതാണ് സെക്കൻഡ് റേസ് ടു -1 ആണ്. ഇനി നിങ്ങൾ നോക്കി ഈ ഓപ്ഷനിൽ സെക്കൻഡ് റേസ് ടു -1 യൂണിറ്റ് വരുന്ന ആരാണുള്ളത്? ഇതിൽ ഓപ്ഷൻ ബി ആണുള്ളത്. അപ്പം അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ചോദ്യം ഈ വരുന്ന വർഷം വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് ഒരു 0 ഓർഡറിന്റെ എന്താണ് രാസപ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ആ റേറ്റ് കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ എടുത്തു, അതിലേക്ക് എന്ത് ചെയ്തു? എന്നിന് 0 എന്ന് കൊടുത്തു. അപ്പൊ 1 - 0 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ലിറ്റർ റേസ് ടു 0 - 1 എന്ന് വരും, സെക്കൻഡ് റേസ് ടു -1 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് മോൾ 1 - 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 എന്ന് വരും. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മോൾ, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 ഉണ്ടല്ലേ? ഇതാണ് എന്ത് ഒരു സീറോ ഓർഡർ രാസപ്രവർത്തനം കേട്ടോ. ഇതാണ് ഒരു സീറോ ഓർഡർ രാസപ്രവർത്തനത്തിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അടുത്ത് നിങ്ങൾ നോക്കിയ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ കൂടെ നമുക്കിത് നോക്കാം. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് സെക്കൻഡ് ഓർഡറിൽ നമ്മൾ ആ സെയിം ഇക്വേഷൻ എഴുതി എന്നിന് എന്തെന്ന് കൊടുക്കുക? എന്നിന് നിങ്ങൾ 2 എന്ന് കൊടുക്കുക കേട്ടോ. എന്നിന്റെ വാല്യൂ 2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് 1 - 2 എന്തായിട്ട് മാറും? -1 ആയിട്ട് മാറും. ഇവിടെ എന്താണ്? 2 - 1 ആണ്. അതെന്താണ്? 1 ആയിട്ട് മാറും അല്ലെ? പിന്നുള്ളത് സെക്കൻഡ് റേസ് ടു -1 ആണ്. അപ്പൊ നിങ്ങൾക്ക് മോൾ റേസ് ടു -1, ലിറ്റർ, സെക്കൻഡ് റേസ് ടു -1 എന്ന് കിട്ടും. ഇത് നോക്കിയ ഓപ്ഷൻ 3 ആണ് അല്ലെ? മോൾ റേസ് ടു -1, ലിറ്റർ, സെക്കൻഡ് റേസ് ടു -1. അപ്പൊ ഈ മൂന്നാമത് തന്നിരിക്കുന്ന റേറ്റ് കോൺസ്റ്റന്റ് എന്തിന്റെയാണ്? ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ ആണ് കേട്ടോ. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ ആണ്. ഇനി നിങ്ങൾ എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഓർഡർ റിയാക്ഷന്റെ എന്ത് കിട്ടും? യൂണിറ്റ് കിട്ടും. ആ യൂണിറ്റ് നിങ്ങൾ എന്ത് എഴുതി നോക്കുക കേട്ടോ. അതാണ് ഈ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? തേർഡ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ആണ് ഈ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് എഴുതി നോക്കിയിട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ പറയുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 3 ആണ് കേട്ടോ. കൊബാൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ചോദ്യം. കൊബാൾട്ടിന്റെ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പീരിയോഡിക് ടേബിൾ കാണിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ കൊബാൾട്ട് ഒക്കെ വരുന്നത് നമ്മൾ
ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട് അല്ലെ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ആദ്യത്തെ ഒരു റോയിലാണ് എന്തെന്ന് പറയുന്നത് കൊബാൾട്ട് വരുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഈ ഒരു ഡി ബ്ലോക്കിലെ ആദ്യത്തെ ഈ ഒരു റോ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് സ്കെന്റി വിക്രമൻ ഫീക്കോ നിക്കൂസൻ എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സ്കെന്റി വിക്രമൻ ഫീക്കോ നിക്കൂസൻ. അതിൽ സ്കാൻഡിയം സ്റ്റാർട്ട് ചെയ്യുന്നത് 21 നിന്നാണ്. അങ്ങനെ നിങ്ങൾ 21 തൊട്ട് 30 വരെ കൺവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്പർ ഇട്ട് പോവുക. അങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുക കേട്ടോ. ഇനി കൊബാൾട്ട് വരുന്നത് നോക്കി 27 കൊബാൾട്ട് വരുന്നത് 27 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് എസ് പി ഡി എഫ് സബ്ഷെല്ലുകളാണുള്ളത് അല്ലെ. അതിൽ നിങ്ങൾ ആ ഒരു എനർജിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഒരു പീരിയോഡിക് ടേബിളിന്റെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ഷെല്ലുകളെ ആദ്യം എസ് പി ഡി എഫ് എന്ന് എഴുതുക. എസിനെ എന്ത് ചെയ്യുക, 2 വട്ടം എഴുതുക. അതിനുശേഷം പി എസിനെ എന്ത് ചെയ്യുക, 2 വട്ടം എഴുതുക. പി എസ് 2 വട്ടം എഴുതി. പിന്നെ ഡി പി എസ് എന്ത് ചെയ്യുക, 2 വട്ടം എഴുതുക. ഡി പി എസ് എന്ത് ചെയ്ത് നമ്മൾ 2 വട്ടം എഴുതി. അതിനുശേഷം എഫ് ഡി പി എസ് നിങ്ങൾ എന്ത് ചെയ്യുക, 2 വട്ടം എഴുതുക. അപ്പം എഫ് ഡി പി എസ് നമ്മൾ എന്ത് ചെയ്തു, 2 വട്ടം എഴുതി. അതിനുശേഷം എസ് സബ്ഷെല്ലിന് നിങ്ങൾ ആദ്യത്തെ എസിന് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നീടുള്ളവരെ കൺവേഴ്സ് ആയിട്ട് നമ്പർ ചെയ്യുക. 1 2 3 4 5 6 7 8. ഇനി പി രണ്ടാമത്തെ സബ്ഷെല്ലല്ലേ, രണ്ടാമത്തെ സബ്ഷെല്ലല്ലേ കാണിക്കുന്നത്, അതെന്താണ്, 2 സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. 2 3 4 5 6 7. ഇനി ഡി എത്രയാണ്, മൂന്നാമത്തെയാണ് അല്ലെ. 3 സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ആദ്യത്തെ ഡിക്ക് നമ്മൾ 3 സ്റ്റാർട്ട് ചെയ്തു. 3 4 5 6. എഫ് എത്രയാണ്, നാലാമത്തെയാണ്. അതുകൊണ്ട് എഫ് ആദ്യത്തെ എഫിനെ 4 സ്റ്റാർട്ട് ചെയ്തു. 4 5. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് അവരുടെ എനർജിയുടെ ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള ട്രിക്കാണ് കേട്ടോ. എനർജിയുടെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പൊ ആദ്യമേ സബ്ഷെൽ അതേപോലെ എഴുതുക. പിന്നെ എന്ത് ചെയ്യുക, എസ് 2 വട്ടം എഴുതുക. പിന്നെ പി എസ് 2 വട്ടം എഴുതുക. ഡി പി എസ് 2 വട്ടം എഴുതുക. എഫ് ഡി പി എസ് 2 വട്ടം എഴുതുക. ഇനി നമ്മൾ പഠിച്ചു എസിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ എത്രയാണ്, 2 ഇലക്ട്രോൺ ആണ്. പിയിൽ കൊള്ളാവുന്നത് 6 ഇലക്ട്രോൺ ആണ്. ഡിയിൽ കൊള്ളാവുന്നത് 10 ഇലക്ട്രോൺ ആണ്. എഫിൽ കൊള്ളാവുന്നത് 14 ഇലക്ട്രോൺ ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് എഴുതി നോക്കാം. ഈ ഒരു ഓർഡർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1s2 2s2 2p6. പിയിൽ മാക്സിമം 6 കൊള്ളത്തുള്ളൂ. പിന്നെ 3s2 3p6 4s2 3d7. ഓക്കെ, 2 4 10 12 18 20 27. അറ്റോമിക് നമ്പർ എത്രയാണ്, 27 ആണ്. അതിന് 27 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ഓർഡർ എന്ത് ചെയ്തു, അതിനെ ഫില്ല് ചെയ്തു. ഇനി ഈ ഒരു ഓർഡർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ഒരു ഓർഡറിൽ നമ്മൾ എനർജിയുടെ അടിസ്ഥാനത്തിൽ ഫില്ല് ചെയ്യുന്നെങ്കിൽ ഇവരെന്താണ്, തെറ്റാണ്. കാരണം നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ 1ന്റെ ആളെ ആദ്യം എഴുതി, പിന്നെ 2ന്റെ ആളുകളെ അടുപ്പിച്ചെഴുതി, പിന്നെ 3യുടെ ആളുകളെ വേണം അടുപ്പിച്ചെഴുതാനായിട്ട് കേട്ടോ. ഇവിടെ നോക്കി നമ്മൾ എനർജിയുടെ ഓർഡർ എഴുതിയപ്പോൾ 3യുടെ ആളുകൾ കഴിഞ്ഞിട്ട് പിന്നെ 4 വന്നു, വീണ്ടും 3 വന്നു. അങ്ങനെ എഴുതരുത് കേട്ടോ. അപ്പൊ നോക്കി 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതി. അപ്പൊ ഫസ്റ്റ് എനർജിയുടെ ഓർഡറിൽ ഫില്ല് ചെയ്യുക. പിന്നെ അവരെ എന്ത് ചെയ്യുക, ആ ഒരു നമ്പറിന്റെ ഓർഡറിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ചാണ് ഈ ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് 18 അലസവാതകങ്ങളെ ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ ആ പീരിയോഡിക് ടേബിളിൽ പാർട്ട് 1ഉം പാർട്ട് 2 ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ നമ്മൾ ഈ ഒരു 2 4 10 12 18 ഇലക്ട്രോൺസ് ഉള്ള ഇത്രയും ഓർബിറ്റലിനെ നമുക്ക് ചുരുക്കിയിട്ട് ഒരു അലസവാതകമായ ആർഗന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അതിലും 18 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഇത്രയും പേരെ നമ്മൾ ചുരുക്കിയിട്ട് എന്തായിട്ട് എഴുതും, ആർഗൺ ആക്കി എഴുതും. അപ്പൊ ഇവരെ നമ്മൾ ചുരുക്കി ആർഗൺ ആക്കി എഴുതി, ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്തു, അതേപോലെ എഴുതി. അപ്പൊ 3d7 4s2 എന്ന കോൺഫിഗറേഷൻ വരും. അതായത് AR 3d7 4s2. ഇനി ഇതിന്റെ കോൺഫിഗറേഷൻ ചെറുതായിരുന്നു, ഇതൊരു 2 ആയിരുന്നു വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 ഇലക്ട്രോൺ ആയിരുന്നു മൊത്തത്തിൽ വരുന്നതെങ്കിൽ, ആദ്യത്തെ ഈ ഒരു 1s2നെ നമ്മൾ എന്ത് കൊടുത്തു, ഹീലിയം എന്ന് കൊടുക്കുക കേട്ടോ. He എന്ന് റീപ്ലേസ് ചെയ്യാൻ, 2 ഇലക്ട്രോണിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി 10 ഇലക്ട്രോൺസ് നമുക്ക് ചെയ്യാറുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിയോൺ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇവിടുത്തെ കേസിൽ നമുക്ക് മൊത്തത്തിൽ 2 4 10 12 18 ഇലക്ട്രോണുകൾ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, ആർഗൺ എടുത്തത്. അപ്പൊ 3d7 4s2 ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് ആയത്. അപ്പൊ നമുക്ക് നോക്കാം, കൊബാൾട്ടിന്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തുന്നതിൽ 3d7 4s2 ആർഗൺ വരുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി നിങ്ങൾ അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ക്രോമീത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. നിങ്ങൾ നോക്കേണ്ടത് ക്രോമീത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പൊ നമ്മൾ ആ ഒരു എനർജിയുടെ ഓർഡർ നമ്മൾ നേരത്തെ കാണിച്ച ഓർഡർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1s2 2s2 2p6 3s2 3p6 4s2 3d4 എന്ന് എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതി നോക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ ശരിയാണോ, അല്ല. കാരണം എന്താണ്, നമ്മൾ എനർജിയുടെ ഓർഡറിൽ എഴുതി, പക്ഷെ നിങ്ങൾ നോക്കിയേ 1 2 3 4 3 എന്നാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവരെ തിരിച്ചെഴുതി അല്ലെ. 1 2 3 പിന്നെ 4 വരുന്ന രീതിയിൽ എഴുതി അല്ലെ. പക്ഷെ ഇവരും എന്താണ്, ഇവരും ക്രോമിയത്തിന്റെ കേസിൽ എക്സെപ്ഷൻ ആണ് കേട്ടോ. ഇവര് തെറ്റാണ്.
ക്രോമിയത്തിന്റെ കേസിൽ ഇവരും തെറ്റാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം ഇതാണ്, നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. ഒരു D4S2 അല്ലെങ്കിൽ D9S2 എന്ന് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി സബ്ഷനിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺ എത്രയാണ്? 10 ആണ്. അപ്പോൾ അതിന്റെ പകുതി 5ഓ 10ഓ ആയിട്ട് നമുക്കൊരു ഓർബിറ്റലിൽ ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരായിരിക്കും എന്ത് കൂടുതൽ സ്ഥിരതയുള്ളത്. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും ആറ്റം കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നത്, കൂടുതൽ സ്റ്റേബിൾ ആവുന്നത് എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും നമുക്ക് D4S2 വന്നു കഴിഞ്ഞാലും ഈ S2ലെ ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? D4ന് കൊടുത്താൽ നമ്മൾ D5S1 എന്ന് എഴുതാറുള്ളൂ. അതേപോലെ നമുക്ക് D9S2 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് എന്ത് ചെയ്യും? D10S1 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ നമ്മൾ ഈ ഒരു ഓർഡർ എഴുതുമ്പോൾ ചെയ്തു ഇതുവരെ ഉള്ളവരെ അതേപോലെ എഴുതി ഇവരെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? അവസാനത്തെ രണ്ടുപേരെ നമ്മൾ 3D5 4S1 എന്ന് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ നോക്കിയിട്ട് നോക്കി 2, 4, 10, 12, 18 ആരെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക്? ഇത്രയും പേരെ മാറ്റിയിട്ട് ആർഗണായിട്ട് എഴുതാം അല്ലെ? അപ്പൊ 3D5 4S1. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്രോമിയത്തിന്റെ എന്ത് ഇലക്ട്രോണിലെ വിന്യാസം എന്ന് പറയുന്നത്. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് കോപ്പറിന്റെ ഇവിടെ നോക്കാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോപ്പറിൽ 29 ആണ്. അപ്പൊ ഈ ഒരു ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷെ ഇതെന്താണ്? തെറ്റാണല്ലേ? കാരണം 3 കഴിഞ്ഞ് 4 വന്നു, പിന്നെ 3 വന്നു. അപ്പൊ നമ്മൾ അവരെ ഓർഡർ കറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതി നോക്കി. ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് നോക്കി, ഒന്നിന്റെ ടേംസും ഒരേപോലെ എഴുതി, 2ന്റെ എഴുതി, 3ന്റെ എഴുതി, പിന്നെ 4 വന്നു. പക്ഷെ കോപ്പറിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതി എന്താണ്? അവരും തെറ്റാണ് കേട്ടോ. ഇതൊരു എക്സെപ്ഷൻ ആണ്. ഇതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, ഇവിടെ D9S2 എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ? D9S2 എന്ന് പറഞ്ഞാൽ അവരെ എന്താക്കി എഴുതണം? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്ത് D10S1 ആക്കി എഴുതണം. അപ്പൊ ഈ ഒരു സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബാക്കിയുള്ളവരെ അതേപോലെ എഴുതി, ഈ അവസാനത്തെ രണ്ടുപേരെ മാറ്റിയിട്ട് എന്തെന്ന് എഴുതി? D10S1 എന്ന് എഴുതി. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കിയാൽ 2, 4, 10, 12, 18 ആരെ റീപ്ലേസ് ചെയ്യാം? നമുക്ക് ആർഗനെ റീപ്ലേസ് ചെയ്യാം. 3D10 4S1 ആണ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കണം. അടുത്ത 4ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഏത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് പൊട്ടാസ്യം, കാൽസ്യം, സ്കാൻഡിയം, അങ്ങനെ കുറെ മൂലകങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം പൊട്ടാസ്യം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് 19 ഇലക്ട്രോൺസ് ഉണ്ട്. കാൽസ്യത്തിൻ്റെത് അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് 20 ഇലക്ട്രോൺസ് ഉണ്ട്. സ്കാൻഡിയത്തിന്റെ 21 ആണ്. അതുകൊണ്ട് അത്രയും തന്നെ പ്രോട്ടോൺസും അത്രയും തന്നെ ഇലക്ട്രോൺസും അവരിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് പൊട്ടാസ്യത്തിന്റെ 19 ആണ് അറ്റോമിക് നമ്പർ. പൊട്ടാസ്യത്തിന്റെ K+ എന്നാണ് കാണിച്ചിരിക്കുന്നത്. പ്ലസ് ചാർജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഇലക്ട്രോണിൽ നിന്ന് 1 കുറയ്ക്കുക. +1 ആണെങ്കിൽ 1 കുറയ്ക്കുക, +2 ആണെങ്കിൽ 2 കുറയ്ക്കുക, +3 ആണെങ്കിൽ 3 കുറയ്ക്കുക. ഇപ്പം K+ ആയതുകൊണ്ട് 1 കുറയ്ക്കണം. അപ്പൊ 19 നിന്ന് 1 പോയ എത്രയാണ്? 18 ആണ്. ഇനി കാൽസ്യത്തിൻ്റെത് 20 ആണ്. പക്ഷെ Ca2+ എന്നാണ് ചോദ്യം അല്ലെ? അതുകൊണ്ട് കാൽസ്യത്തിന്റെ 20 നിന്ന് എന്ത് കുറയ്ക്കുക? 2 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? അതും 18 കിട്ടി. ഇനി സ്കാൻഡിയത്തിന്റെ 21 ആണ്. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കണം. കാരണം 3+ ആണ്. അപ്പോൾ 21 നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 18 ആണ്. അപ്പൊ ഇവര് 3 പേരും എന്താണ്? ഒരേ ഇലക്ട്രോൺ നമ്പർ ഉള്ള ആളുകളാണ് അല്ലെ? അതുകൊണ്ട് അവർ നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് അവര്. നമുക്ക് അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത നിങ്ങൾ നോക്കി ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ ലിഥിയം പ്ലസ് എന്ന് പറഞ്ഞത് കൊണ്ട് ആ 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. Na+ എന്നാണ് ചോദ്യം. സോഡിയത്തിന് 11 ആണ്. അപ്പൊ 11ൽ നിന്ന് 1 കുറയ്ക്കാൻ വരുന്നത് അല്ലെ? 10 വന്നു. സ്കാൻഡിയം 3+ നമ്മൾ കണ്ടുപിടിച്ചാണ് എത്രയാണ്? 18 ആണ്. അപ്പൊ 2, 10, 18 3 പേരുടെ ഇലക്ട്രോൺ വ്യത്യാസമാണല്ലേ? അപ്പൊ ഇവരെന്തല്ല? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് ഉത്തരം എന്ന് പറയുന്നത്. ഇനി F- വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കൂട്ടുമ്പോൾ 19 ആണ് അല്ലെ? Fന്റെ ഫ്ലൂറിനെ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ 9 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? മൈനസ് ആണ്. അപ്പൊ 9+1 വേണം എടുക്കാനായിട്ട്. 9+1. O2- എടുക്കുമ്പോൾ ഓക്സിജന്റെ 8 ആണ്. അപ്പൊ 8+2 എത്ര വരും? 10 വരും കേട്ടോ ഈ ഒരു കേസിൽ. അങ്ങനെ നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ 5, 1,3-ഡൈബ്രോമോപ്രോപ്പൈൻ മെറ്റാലിക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് എന്ത് എന്നാണ് ചോദ്യം. 1,3-ഡൈബ്രോമോപ്രോപ്പൈൻ മെറ്റാലിക് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് എന്ത്? പ്രൊപ്പൈൻ, പ്രൊപ്പീൻ, ബ്രോമോപ്രോപ്പൈൻ, സൈക്ലോപ്രോപ്പൈൻ. ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഒരു കാർബൺ ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഥേൻ. 2 കാർബൺ ഉള്ളവരെ നമ്മൾ വിളിക്കുന്നതാണ് ഈഥേൻ. 3 കാർബൺ ഉള്ളവരെ പ്രൊപ്പൈൻ എന്നാണ് വിളിക്കുന്നത്. 4 കാർബൺ ഉള്ളവരെ 1, 2, 3, 4 അതിനെ ബ്യൂട്ടേൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ കേസിൽ ചോദിക്കുന്നത് പ്രൊപ്പൈൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? 1,3-ഡൈബ്രോമോപ്രോപ്പൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൊപ്പൈൻ നമ്മൾ എഴുതി 3 കാർബൺ ഉണ്ട് അല്ലെ? 1, 2, 3 നമ്മൾ നമ്പർ കൊടുത്തു. ഇനി 1,3-ഡൈബ്രോമോ എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നിലും എന്ത് ചെയ്യണം? ഒരു ബ്രോമിൻ വെക്കണം, 3ലും ഒരു ബ്രോമിൻ വെക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1,3-ഡൈബ്രോമോപ്രോപ്പൈന്റെ സ്ട്രക്ചർ കിട്ടി. ഇനി ഇവരുമായി സിങ്കുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. ഈ ഒരു 1,3-ഡൈബ്രോമോപ്രോപ്പൈനെ നിങ്ങൾ സിങ്ക് ആവാം, അല്ലെങ്കിൽ മഗ്നീഷ്യം ആവാം, അല്ലെങ്കിൽ സോഡിയം ആവാം കേട്ടോ. ഇതിൽ ഏതുമായിട്ട് റിയാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരേ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്.
ആ ഒരു റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രൂൺസ് റിയാക്ഷൻ. എന്താണ് ഫ്രൂൺസ് റിയാക്ഷൻ ആണ് കേട്ടോ. ആ റിയാക്ഷന്റെ പേര് ഓർത്ത് വെക്കുക. അപ്പം ഇവരെ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം, ഇങ്ങനെ തിരിച്ച് വരയ്ക്കാം. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ സിങ്ക് ബ്രോമൈഡ് പോകും കേട്ടോ. സിങ്ക് ബ്രോമൈഡ് എലിമിനേറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ബോണ്ട് പൊട്ടിയാണ് പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ കിട്ടും, ഇവിടെ ഒരു ഇലക്ട്രോൺ കിട്ടും. ഈ രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ, ഈ രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഇവിടെ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഇവരെന്തായിട്ട് മാറും, 3 കാർബണുള്ള ഒരു സൈക്ലിക് സിസ്റ്റം ആയിട്ട് മാറും കേട്ടോ. ഒരു സൈക്ലിക് സിസ്റ്റം ആയിട്ട് മാറും. അപ്പൊ ഇവരെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ, ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പിൽ. അവരാണ് നമ്മൾ സൈക്ലോപ്രൊപ്പൈൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് 1,3 ഡൈബ്രോമോ പ്രൊപ്പൈൻ മെറ്റാലിക് സിങ്ക് അല്ലെങ്കിൽ മഗ്നീഷ്യം അല്ലെങ്കിൽ സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, സൈക്ലോപ്രൊപ്പൈൻ ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഏതാണ് ഉത്തരം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ വട്ടമാണ് ഇങ്ങനെ ചോദിക്കാൻ, എന്താണ് 1,4 ഡൈബ്രോമോ ബ്യൂട്ടൈൻ റിയാക്ട് ചെയ്താൽ. അപ്പൊ നമ്മൾ 4 കാർബൺ ഉള്ളത് വരച്ചു, രണ്ടറ്റത്തും 1ലും 4ലും എന്ത് ചെയ്തു, ഒരു ബ്രോമിൻ വെച്ചു. അപ്പൊ ഇവരിൽ നിന്ന് എന്ത് ചെയ്യും, 2 ബ്രോമിൻ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇലക്ട്രോൺ ഫോം ചെയ്യും, ഇവിടെ ഒരു ഇലക്ട്രോൺ ഫോം ചെയ്യും അല്ലെ. ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഫോം ചെയ്തു, ഒരു ഇലക്ട്രോൺ ഫോം ചെയ്തു. എന്നിട്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, പുതിയൊരു ബോണ്ട് ഉണ്ടാക്കും. അങ്ങനെ ബോണ്ട് ഉണ്ടാക്കാൻ നമുക്ക് 4 കാർബൺ കൂടി ചേർന്ന ഒരു സൈക്ലിക് ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും കിട്ടുന്നത്. അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമചതുരമായിട്ട് സങ്കല്പിക്കാം. അവരാണ് സൈക്ലോബ്യൂട്ടൈൻ എന്ന് പറയുന്നത് കേട്ടോ, സൈക്ലോബ്യൂട്ടൈൻ. ഇപ്പോൾ 1,3 ഡൈബ്രോമോ പ്രൊപ്പൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്ലോപ്രൊപ്പൈൻ കിട്ടും. 1,4 ഡൈബ്രോമോ ബ്യൂട്ടൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സൈക്ലോബ്യൂട്ടൈൻ കിട്ടും. ആ റിയാക്ഷന്റെ പേര് എന്താണ്, ഫ്രൂൺസ് റിയാക്ഷൻ ആണ് കേട്ടോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 5. ശരാശരി ബോണ്ട് ലെന്ത് ഏറ്റവും കൂടുതൽ ഏതിനെന്ന് കണ്ടെത്തുക. അപ്പൊ ഇതിൽ നമുക്ക് കുറെ ആറ്റങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ, 2 ആറ്റങ്ങൾ കൂടി ചേർന്ന കുറെ ബോണ്ടുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ലെന്ത് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കാർബൺ തന്നിട്ടുണ്ട്, ഓക്സിജൻ തന്നിട്ടുണ്ട്, നൈട്രജൻ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഇവിടാണ് വരുന്നത്, 1ാമത്തെ പീരീഡിലാണ് വരുന്നത്. എന്നാൽ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ ഇവരൊക്കെ എന്താണ്, സെക്കൻഡ് പീരീഡിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റത്തിന്റെ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്, ഞാൻ 2 ആറ്റം കാണിച്ചിട്ടുണ്ട്, ആറ്റം എ ആറ്റം ബി എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവരുടെ സെന്ററിലുള്ള ആ ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. ഈ ഒരു ആറ്റത്തിന്റെ കേസിൽ നിങ്ങൾ നോക്കി, ഇവിടെ എല്ലായിടത്തും ആറ്റം 1 എന്താണ്, ഫിക്സ് ആണ് അല്ലെ. ആറ്റം 1 ഫിക്സ് ആണ്, ആറ്റം 2 ആണ് വ്യത്യാസം. ഇപ്പൊ ഞാൻ വേറൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, ആറ്റം എ തന്നെയാണ്, പക്ഷെ ആറ്റം ബിയുടെ സൈസ് കുറവുള്ള ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു വലിയ ആറ്റത്തിന്റെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് വരാനായിട്ട് സാധിക്കും. കാരണം അവരുടെ സൈസ് എന്താണ്, വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്നോണ്ട് നമുക്ക് പറയാൻ പറ്റും അവരുടെ ബോണ്ട് ലെന്ത് എന്ത് ചെയ്യും, കുറയും. അതായത് ഈ ആറ്റത്തിന്റെ സൈസ് കുറവാണെങ്കിൽ അവരുടെ ബോണ്ട് ലെന്ത് കുറയും. എന്നാൽ ഇതിലും വലിയൊരു സൈസുള്ള ആളാണ് നമ്മൾ എടുത്തതെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ബോണ്ട് ലെന്ത് വീണ്ടും കൂടും. അതായത് 2 വലിപ്പമുള്ള ആൾക്കാർക്ക് അടുത്ത് വന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല, അവരെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ, അകലമായിട്ട് നിൽക്കത്തുള്ളൂ അല്ലെ. അത് തന്നെയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ ആർക്കാണ് ഏറ്റവും സൈസ് കുറവ് എന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം ഏറ്റവും സൈസ് കുറവ് ആർക്കാണ്, ഹൈഡ്രജൻ ആണ് അല്ലെ. ഹൈഡ്രജൻ ആണ് ഏറ്റവും ചെറിയ ഷെല്ലുള്ളത്, അവർക്കാണ് ഏറ്റവും സൈസ് കുറവുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം CHന്റെ ബോണ്ടാണ് എന്ന് പറയുന്നത് ഏറ്റവും എന്തെന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ ബോണ്ട്. കാരണം എന്താണ്, അയാളുടെ സൈസ് കുറവാണെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത് വരാനായിട്ട് പറ്റും. അപ്പൊ CH ബോണ്ടാണ് ഏറ്റവും ചെറിയ ബോണ്ട് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്നത് ബോണ്ടിലത്തെ ഏറ്റവും കൂടിയ ആളാണ്. ഇതിൽ ഏറ്റവും വലിയ ആൾ ആരാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കിയ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 3 പേരും ഒരേ പീരീഡിലാണ്. ഒരേ പീരീഡിലുള്ളവർക്ക് എന്താണ്, ഒരേ ഷെൽ നമ്പർ ആണ് ഉള്ളത് അല്ലെ. എല്ലാവർക്കും 2 ഷെൽ നമ്പർ ആണ് ഉള്ളത്. ഇനി ഇവരുടെ ന്യൂക്ലിയർ ചാർജ് നോക്കി, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതോറും കാർബണിന്റെ 6 ആണ് അറ്റോമിക് നമ്പർ, നൈട്രജന്റെ 7 ആണ്, ഓക്സിജന്റെ 8 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ കൂടി, അതിന്റെ അർത്ഥം എന്താണ്, അതിലുള്ള പ്രോട്ടോണിന്റെ എണ്ണം കൂടി. പ്രോട്ടോണിന്റെ എണ്ണം കൂടി അവരുടെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ. കാരണം പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ള ആളാരാണ്, ഓക്സിജൻ ആണ്. കാരണം അതിന്റെ 8 പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ ഈ കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ഉണ്ടായാൽ നിങ്ങൾക്ക് അറിയാം, അവസാനത്തെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, അവര് അകത്തേക്ക് വലിക്കും. കൂടുതൽ വലിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇത്തിലൂടെ ചുരുങ്ങും. ആ ഒരു ആറ്റം എന്ത് ചെയ്യും, ഇത്തിലൂടെ ചുരുങ്ങും. പക്ഷെ അത്രയും ആർക്ക് വലിക്കാനായിട്ട് സാധിക്കത്തില്ല, ഈ ഒരു 7p+ വലിക്കാനായിട്ട് സാധിക്കത്തില്ല. അവർ ആരോടെ സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഈ ഒരു 6p+, 6 പ്രോട്ടോണുള്ള ഈ ഒരു കാർബണോ, അത് ഇത്തിരിയും കൂടെ കുറവായിരിക്കും ആ വലിക്കാനുള്ള എബിലിറ്റി. അതുകൊണ്ട് തന്നെ ഏറ്റവും ശൃംഖായിട്ട് മാറുന്ന ആറ്റം ഇതാണ്, ഏറ്റവും ചെറുതാവുന്ന ആറ്റം ഇതാണ്. ഏറ്റവും വലിയ ആറ്റം ആരാണ്, കാർബൺ ആണ്. അപ്പം കാർബണുമായിട്ട് ചേരുമ്പോഴാണ് എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ബോണ്ട് ലെന്ത് ഏറ്റവും കൂടുതൽ. കാരണം കാർബണിന്റെ കൂടെ അതിലും വലിയ, ഏറ്റവും തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആറ്റം കൂടി ചേരുമ്പോഴാണ് എന്ത്, ആ ഒരു ബോണ്ട് ലെന്ത് വലുതാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്, ഓപ്ഷൻ എ ആണ്. കാർബൺ ആണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും ബോണ്ട് ലെന്ത് കൂടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അടുത്തൊരു ചോദ്യമാണ്, ലിക്വിഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണ്? അതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. എലിപ്സോയിഡൽ കൊളോയിഡുകളുടെ സസ്പെൻഷൻ ആണ് ഇതിന് ഉത്തരം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 7. ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരം പരിസ്ഥിതി സൗഹൃദമായി ഉപയോഗിക്കാമെന്ന് പുതിയതായി കണ്ടെത്തിയ ഏത് ലോഹ ആനോഡുകളാണ്? ഉത്തരം സോഡിയം ആണ് കേട്ടോ. ലിഥിയത്തിന് പകരം യൂസ് ചെയ്യാവുന്നത് സോഡിയം ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
പക്ഷെ ഇതിൽ ലിഥിയം അയോൺ ബാറ്ററിയാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഫ്യൂവൽ സെൽ എന്താണെന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. ഒരു സെല്ലുകളുടെ കോമ്പിനേഷനാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. ഫ്യൂവൽ സെല്ല് കണ്ടുപിടിച്ചത് വില്യം ഗ്ലോവ് ആണ് കേട്ടോ. വില്യം ഗ്ലോവ് ആണ് ഫ്യൂവൽ സെല്ല് കണ്ടുപിടിച്ചത്. അതിൽ തന്നെ അതിന്റെ എക്സാമ്പിൾ ആയ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് കണ്ടുപിടിച്ചത് തോമസ് ബേക്കൺ ആണ്. തോമസ് ബേക്കൺ ആണ്. ഇത് ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഒക്കെയാണ് ആര് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഫ്യൂവൽ സെല്ല് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ടത് എന്താണ് വൈദ്യുത രാസ സെല്ല് എന്ന് അറിയണം കേട്ടോ. ഒരു രാസ ഊർജത്തെ വൈദ്യുതോർജ്ജമാക്കുകയും അല്ലെങ്കിൽ തിരിച്ച് വൈദ്യുതോർജ്ജത്തെ രാസ ഊർജ്ജമാക്കി മാറ്റുന്ന ആ ഒരു സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈദ്യുത രാസ സെല്ല് എന്ന് പറയുന്നത്. റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് പറയുന്നത് കേട്ടോ. ഒരു വട്ടം മാത്രം നമുക്ക് യൂസ് ചെയ്യാവുന്ന സെല്ലുകളാണ് പ്രൈമറി സെൽ. അതായത് നമ്മൾ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സെല്ലുകളുണ്ട്, അവരെ നമ്മൾ ഡ്രൈ സെൽ എന്ന് വിളിക്കും. അതേപോലെ നമ്മുടെ കാൽക്കുലേറ്റേഴ്സിൽ, അതേപോലെ നമ്മുടെ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബട്ടൺ ഷേപ്പുള്ള സെല്ലുണ്ട് അല്ലെ, അവരെ നമ്മൾ മെർക്കുറി സെൽ എന്ന് വിളിക്കും. അവരൊക്കെ നമുക്ക് ഒരു വട്ടം മാത്രം ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത സെല്ലുകളാണ്. അവരെന്താണ്? പ്രൈമറി സെല്ലാണ്. എന്നാൽ നമുക്ക് റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്ന സെല്ലുകളാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ലിഥിയം അയോൺ ബാറ്ററീസ്, അതുപോലെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററീസ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? സെക്കൻഡറി സെല്ലിന് ഉദാഹരണമാണ്. അതുപോലെ നിക്കൽ കാഡ്മിയം സെല്ലുകളൊക്കെ എന്താണ്? സെക്കൻഡറി സെല്ലാണ് കേട്ടോ. സെക്കൻഡറി സെല്ലാണ്. ഇനി ക്വസ്റ്റ്യൻ 8, താഴെ പറയുന്നതിൽ സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ആ ഒരു ലോഹങ്ങളും അവരുടെ അയിരുകളും എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് കേട്ടോ. അതിന്റെ ഫോർമുല Al2O3 2H2O ആണ്. അയണിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും കേട്ടോ. Fe2O3 ഉം Fe3O4 അതിന്റെ രാസസൂത്രം. കോപ്പറിൻ്റെതാണ് കോപ്പർ പൈറേറ്റും കുപ്രൈറ്റും കേട്ടോ. അതിന്റെ ആ ഒരു രാസസൂത്രം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സിങ്കിന്റെ ആണ് സിങ്ക് ബ്ലെൻഡും കലാമിനും. സിങ്ക് ബ്ലെൻഡ് CzNS ആണ്. കലാമിൻ എന്താണ്? സിങ്ക് കാർബണേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. ഈ ചോദ്യം ഇതാണ്, താഴെ പറയുന്നതിൽ സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏത് എന്നാണ്. സിങ്ക് ബ്ലെൻഡ് എന്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് അല്ലെ. കലാമിൻ എന്തിന്റെ അയിരാണ്? സിങ്ക് കാർബണേറ്റ് ആണ് കലാമിൻ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത് സ്പ്ലാറൈറ്റ് എന്ന് പറയുന്നതും സിങ്ക് സൾഫൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പ്ലാറൈറ്റ് കേട്ടോ. സിങ്ക് ബ്ലെൻഡ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സ്പ്ലാറൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സിഡറൈറ്റ് എന്ന് പറയുന്നത് അയൺ കാർബണേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാണ്? സിഡറൈറ്റ് ആണ് ഓപ്ഷൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ 9, ലിൻഡെയ്ൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ് എന്ന് ചോദ്യം. ഒന്ന് ഹെക്സാക്ലോറോബെൻസീൻ, ക്ലോറോബെൻസീൻ, ഡൈക്ലോറോബെൻസീൻ, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ അറിയേണ്ടത് ബെൻസീന് 3 ക്ലോറിനുമായിട്ട് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ഫോം ചെയ്യുന്ന ആളാണെന്ത്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഇതിൽ ഡബിൾ ബോണ്ടുകൾ ഇല്ല കേട്ടോ. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ്. അപ്പം ഇതിന് നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത് എന്താണ്? ലിൻഡെയ്ൻ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറെ 2 പേരോട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗാമക്സിൻ അല്ലെങ്കിൽ ഗമാലിൻ എന്നറിയപ്പെടുന്നതാണ് ആര്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ് അല്ലെങ്കിൽ ലിൻഡെയ്ൻ എന്ന് പറയുന്നത്. ഇവർ നമ്മൾ ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ കീടനാശിനിയായിട്ടാണ് നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നത് കേട്ടോ. കീടനാശിനിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന വേറെ ആളാണ് എന്ത്? ഹെക്സാക്ലോറോബെൻസീൻ. ഹെക്സാക്ലോറോബെൻസീൻ നമ്മൾ HCB എന്നാണ് എഴുതുന്നത്. ഇവര് കുമിൾനാശിനിയാണ് കേട്ടോ. ഫംഗിസൈഡ് ആണ്. ഇനി അടുത്ത നമുക്ക് ഓപ്ഷൻ, അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ് ലിൻഡെയ്ൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണ്. വേറെ പേരോട് അറിഞ്ഞിരിക്കുക എന്താണ്? ഗാമക്സിൻ അല്ലെങ്കിൽ ഗമാലിൻ. ഇനി ക്ലോറോബെൻസിൻ എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കുക? അത് പെസ്റ്റിസൈഡ് ആണ് കേട്ടോ. പെസ്റ്റിസൈഡ് ആണ്, ഒരു കീടനാശിനിയാണ്. ഇനി ഡൈക്ലോറോബെൻസിൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷനിൽ പറഞ്ഞാണ് ഡൈക്ലോറോബെൻസിൻ. ഡൈക്ലോറോബെൻസിന് 3 തരത്തിൽ ഉണ്ടാവാം കേട്ടോ. അതിൽ ഈ ഒരു ക്ലോറിന്റെ പൊസിഷൻ അനുസരിച്ച് 1,2 ഡൈക്ലോറോബെൻസിൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 1,3 ഡൈക്ലോറോബെൻസിൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ 1,4 ഡൈക്ലോറോബെൻസിൻ എന്ന് വിളിക്കാം. ഈ ഒരു ക്ലോർ നമ്മൾ 1 എന്ന് കൊടുത്താൽ ഇതെന്താണ്? രണ്ടാമത്തെ പൊസിഷനിലാണ്, അതുകൊണ്ട് ഇത് 1, 2 എന്ന് എടുത്തു. ഇതിന് 1 എന്ന് കൊടുത്താൽ ഇത് 1, 2, 3 മൂന്നാമത്തെ പൊസിഷനിലാണ്, അതുകൊണ്ടാണ് 1,3 ഡൈക്ലോറോബെൻസിൻ. ഇനി ഇവിടെ നമ്മൾ ഇപ്പോൾ 1 എന്ന് കൊടുത്താൽ 1, 2, 3, 4, അതുകൊണ്ടാണ് 1,4 ഡൈക്ലോറോബെൻസിൻ എന്ന് പറയുന്നത്. ഇനി ഈ ക്ലോറിന്റെ ഏറ്റവും അടുത്ത പൊസിഷൻ നമ്മൾ ഓർത്തോ പൊസിഷൻ എന്ന് വിളിക്കും. ഈ ഒരു പൊസിഷനെ മെറ്റാ പൊസിഷൻ എന്ന് വിളിക്കും. ഇതിനെ പാരാ പൊസിഷൻ എന്ന് വിളിക്കും. അതുകൊണ്ട് ഇവിടെ ക്ലോറിൻ വന്ന നമ്മൾ അവരെ ഓർത്തോ ഡൈക്ലോറോബെൻസിൻ എന്ന് വിളിക്കും. ഇവിടെ ക്ലോറിൻ വന്ന അവരെ മെറ്റാ ഡൈക്ലോറോബെൻസിൻ എന്ന് വിളിക്കും. ഇവിടെ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ വിളിക്കും പാരാ ഡൈക്ലോറോബെൻസിൻ എന്ന് വിളിക്കും. അവരെ ചുരുക്കി നമ്മൾ O ഡൈക്ലോറോബെൻസിൻ എന്ന് എഴുതാറുണ്ട് കേട്ടോ. മെറ്റേ നമ്മൾ M ഡൈക്ലോറോബെൻസിൻ എന്ന് എഴുതാറുണ്ട്. പാരെ P ഡൈക്ലോറോബെൻസിൻ എന്ന് എഴുതാറുണ്ട്. ഈ ഒരു 1,2 ഡൈക്ലോറോബെൻസിൻ എന്താണ്? ഇൻസെക്ടിസൈഡ് ആണ്, കീടനാശിനിയാണ്. 1,3 ഡൈക്ലോറോബെൻസിൻ എന്താണ്? ഇൻസെക്ടിസൈഡ് ആണ്, കീടനാശിനിയാണ്. എന്നാൽ 1,4 ഡൈക്ലോറോബെൻസിൻ പെസ്റ്റിസൈഡ് ആണ് കേട്ടോ. അവരെന്താണ്? ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, ഡിയോഡന്റ് ആണ് കേട്ടോ. ഡിയോഡന്റ് ആണ്. ആരെന്ന് പറയുന്നത്? 1,4 ഡൈക്ലോറോബെൻസിൻ എന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ 10, സോഡിയം അമാൽഗം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ. ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ലായനി, കൊളോയിഡ് ഇതിലേതിലാണ് സോഡിയം അമാൽഗം വരുന്നത് എന്നാണ്. നിങ്ങൾ അറിയേണ്ടത് അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെർക്കുറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അമാൽഗം അതായത് സോഡിയം അമാൽഗത്തെ നമ്മൾ NaHg എന്നാണ് സൂചിപ്പിക്കുന്നത്. HG എന്ന് പറഞ്ഞാൽ അതെന്താണ്? മെർക്കുറിയാണ്. അതായത് ഒരു മെർക്കുറിയുടെയും സോഡിയത്തിന്റെ ഒരു അലോയി ആണ് എന്തെന്ന് പറയുന്നത് സോഡിയം അമാൽഗം എന്ന് പറയുന്നത്. ഈ അമാൽഗം നമ്മൾ എന്താണ് അലോയികൾക്കും അതേപോലെ തന്നെ സൊല്യൂഷൻസിലുള്ളവരെയൊക്കെയാണ് മേജർ കമ്പോണന്റ് ആയിട്ട് മെർക്കുറി വരികയാണെങ്കിൽ അവരെയാണ് നമ്മൾ അമാൽഗമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു സൊല്യൂഷനിലും അലോയിലും ഒക്കെ മേജർ കമ്പോണന്റ് ആയിട്ട് മെർക്കുറി വരുവാണെങ്കിൽ അവരെയാണ് നമ്മൾ അമാൽഗം എന്ന് പറയുന്നത്. അതിന് വേറൊരു എക്സാമ്പിൾ ആണ് സിങ്ക് അമാൽഗം. സോഡിയം അമാൽഗത്തെ NaHg എന്ന് റെപ്രസെന്റ് ചെയ്യാം, സിങ്ക് അമാൽഗത്തെ ZnHg എന്ന് റെപ്രസെന്റ് ചെയ്യും. ഒരു മെർക്കുറി സെല്ലിന്റെ ആനോഡാണ് ആരെന്ന് പറയുന്നത് സിങ്ക് അമാൽഗം. ഒരു മെർക്കുറി സെല്ലിന്റെ ആനോഡ്. മെർക്കുറി സെൽ എന്താണ്? ഒരു പ്രൈമറി സെല്ലിന് ഉദാഹരണമാണ് അല്ലെ. ഒരു വട്ടം മാത്രം യൂസ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സെല്ലാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി സെൽ അല്ലെ. നമ്മുടെ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സെല്ലാണ് എന്ത് ബട്ടൺ ഷേപ്പിലുള്ളവരാണ് മെർക്കുറി സെൽ. അതിൽ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ആര്? സിങ്ക് അമാൽഗം. ഇനി മെർക്കുറിയെ വേറൊരു പേര് വിളിക്കും, നിങ്ങൾ അറിഞ്ഞിരിക്കുക, ക്വിക്ക് സിൽവർ എന്നാണ് വിളിക്കുന്നത്. ക്വിക്ക് സിൽവർ എന്ന് വിളിക്കും. ഈ ഒരു മെർക്കുറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളി മെറ്റാലിക് എലമെന്റ് ആണ്, ഒരു ലോക മൂലകമാണ്. എന്ത് റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ എന്ത് ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്ന ഉള്ളി മെറ്റാലിക് എലമെന്റ് ആണ് ആരെന്ന് പറയുന്നത് മെർക്കുറി എന്ന് പറയുന്നത്. എന്നാൽ വേറൊരു എലമെന്റ് ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ, ബ്രോമിനാണ്. അവർ നോൺ മെറ്റൽ ആണ്, അലോഹമാണ് കേട്ടോ. അവരും ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ലിക്വിഡ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ലായനിയാണ് കേട്ടോ. കാരണം അവർ സൊല്യൂഷനിലും അല്ലെങ്കിൽ അലോയിലും ഒക്കെ ഒരു മെർക്കുറിയുടെ കണ്ടന്റ് വരികയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അമാൽഗം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി ലായനിയാണ് ഉത്തരം. അടുത്തത് UP സ്കൂൾ ടീച്ചർ 2023 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ആവർത്തന പട്ടിക ഉപയോഗിച്ച്, പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ച് മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ കോമ്പൗണ്ടിന്റെ രാസസൂത്രം പ്രവചിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം 282 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഒക്കെ നമ്മുടെ പ്രീവിയസ് പീരിയോഡിക് ടേബിൾ പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 2 ഇലക്ട്രോൺസ് അതിന്റെ ബാഹ്യമത ഷെല്ലിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഗ്നീഷ്യത്തിന്റെ കേസിൽ നമുക്ക് 2 ഇങ്ങനെ കാണിക്കാനായിട്ട് സാധിക്കും. ഇനി നൈട്രജന്റെ കേസിൽ അതിന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2, 5 എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരുമ്പോൾ ബാഹ്യമത ഷെല്ലിൽ വാലൻസ് ഇലക്ട്രോൺസ് 5 ഉണ്ടല്ലേ. അതുകൊണ്ട് അവരെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടുന്ന് മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് 2, 8 അല്ലെ അതിന്റെ ബാഹ്യമത ഷെല്ല് 8 ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? സ്റ്റേബിൾ ആയിട്ട് മാറും, സ്ഥിരതയുള്ളവരായിട്ട് മാറും. അപ്പൊ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി അവരെന്തായിട്ട് മാറി? മഗ്നീഷ്യം 2+ ആയിട്ട് മാറി. അങ്ങനെ അവർ 2, 8 എന്ന ഇലക്ട്രോൺ വിന്യാസം കൈവരിച്ചു. എന്നാൽ നൈട്രജന്റെ കേസിൽ അവർ 3 ഇലക്ട്രോൺസ് വാങ്ങി എന്താക്കി മാറ്റാനായിട്ട് സാധിക്കും? 2, 8 ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും, 2, 8 ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ N3 മൈനസ് എഴുതാൻ പറ്റും അല്ലെ. കാരണം 3 ഇലക്ട്രോണിനെ അവർ വാങ്ങിയപ്പോൾ 3 ഇലക്ട്രോൺ കൂടി. അപ്പൊ 2, 8 എന്നുള്ളതാണ് N3 മൈനസ്. ഇനി ഇവർ തമ്മിൽ സംയുക്തം ഉണ്ടാകുമ്പോൾ, സംയുക്തം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവരുടെ ഈ മേലുള്ള ചാർജുകൾ എന്ത് ചെയ്യുക? തിരിക്കുക. അതായത് Mg3 നൈട്രജൻ 2 എന്നാണ് എഴുതേണ്ടത്. അതായത് Mg3N2 ആണ് എന്തെന്ന് പറയുന്നത് ഈ 2 മഗ്നീഷ്യവും നൈട്രജനും തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്ന് പറയുന്നത്. ആ ചാർജുകൾ തമ്മിൽ തിരിച്ചെന്ത് ചെയ്യുക? താഴെ എഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ 12. താഴെ പറയുന്നവരിൽ ഏതാണ് ലൂയിസ് അമ്ലം, ലൂയിസ് ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വാങ്ങുന്നവരാണ് ലൂയിസ് ആസിഡ്. അതായത് നമുക്ക് ഒരു പോസിറ്റീവ് ചാർജ് നമുക്ക് കാണിച്ചതിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ലൂയിസ് ആസിഡ് ആയിരിക്കും. എന്നാൽ ഈ ലൂയിസ് ബേസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ ലോൺ പെയറുകളോ ഇലക്ട്രോണുകൾ ഉള്ളവരാണ് എന്തെന്ന് പറയുന്നത്? ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ OH- മൈനസ് ചാർജ് ആണ്, അവരെന്താണ്? ലൂയിസ് ബേസ് ആണ്. NH3 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നൈട്രജൻ എന്തുകൊണ്ട്? ഇവിടെ ലോൺ പെയർ ഉണ്ട് അല്ലെ, ഇലക്ട്രോൺസ് ഉണ്ട്. നൈട്രജൻ എടുത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺസിനെ നൈട്രജന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് അവരെന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്, അവരെന്താണ്? ലൂയിസ് ബേസ് ആണ്. എന്നാൽ BCl3 കേസിൽ ബോറോൺ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങുന്നവരാണ്. അതുകൊണ്ട് ഇതെന്താണ്? ലൂയിസ് ആസിഡ് ആണ്. CaO കാൽസ്യം ഓക്സൈഡിന്റെ കേസിലും ഓക്സിജൻ എന്തുകൊണ്ട്? ലോൺ പെയേഴ്സ് ഉണ്ട്, ഇലക്ട്രോൺസുകൾ ഉണ്ട് കേട്ടോ. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇവരെന്താണ്? ലൂയിസ് ബേസ് ആണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി BCl3 ആണ് എന്തെന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ K+ അല്ലെങ്കിൽ H+ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിട്ട് അവരെന്താണ്? ലൂയിസ് ആസിഡ് ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾ അറിയേണ്ടത് AlCl3 അലൂമിനിയത്തിന്റെ ക്ലോറൈഡ് എന്താണ്? ലൂയിസ് ആസിഡ് ആണെന്ന് അറിഞ്ഞിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്? ലൂയിസ് ആസിഡ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ 13. ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത് എന്നാണ്.
അപ്പൊ നിങ്ങൾ എന്താണ് ഈ ഒരു പുരോപ്രവർത്തനം എന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ ഏത് കണ്ടീഷനിലാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ രണ്ട് ദിശകളിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉഭയദിശാപ്രവർത്തനം. എന്താണ് ഉഭയദിശാപ്രവർത്തനം? അതിനൊരു ഉദാഹരണമാണ് ഹേബർ പ്രക്രിയ കേട്ടോ. ഹേബർ പ്രക്രിയയാണ് അതിന് ഉദാഹരണം എന്ന് പറയുന്നത്. അതായത് ഒരു റിയാക്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് അഭികാരങ്ങൾ കാണും അല്ലെ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കാണും, അതേപോലെ ഉൽപ്പന്നങ്ങൾ കാണും, പ്രോഡക്ട്സ് കാണും അല്ലെ. അങ്ങനെ ഈ ഒരു അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുകയും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉഭയദിശാപ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ഒരു റിയാക്ഷനിൽ ആ ഒരു ഉഭയദിശാപ്രവർത്തനത്തിൽ വികാരങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു, ഈ ഒരു ഡയറക്ഷനിൽ മാറുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പുരോപ്രവർത്തനം എന്ന് പറയുന്നത്. തിരിച്ച് ഉൽപ്പന്നങ്ങൾ എന്തായിട്ട് മാറുന്നു, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉച്ഛാദ പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചില റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കത്തുള്ളൂ, ഒരു ദിശയിൽ മാത്രമേ നടക്കത്തുള്ളൂ, തിരിച്ചെന്തായിട്ട് മാറത്തില്ല, ഉൽപ്പന്നങ്ങൾ തിരിച്ചെന്തായിട്ട് മാറത്തില്ല, വികാരങ്ങളായിട്ട് മാറത്തില്ല. അങ്ങനെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഏകദിശാ പ്രവർത്തനം എന്ന് പറയുന്നത്, ഒരു ദിശയിൽ മാത്രമുള്ളത്. ഇനി ഇങ്ങോട്ട് ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സ്പീഡും ഇങ്ങോട്ട് ആ ഒരു റിയാക്ഷൻ തിരിച്ചു നടക്കുന്ന സ്പീഡും സെയിം ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും, അത് രാസസന്തുലനം കൈവരിച്ചു എന്ന് പറയും. അതായത് അവർ എക്വിലിബ്രിയത്തിൽ എത്തി എന്ന് നമ്മൾ പറയും. ഇനി നിങ്ങൾ അറിയേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തത്വമാണ് ലേ ചാറ്റ്ലിയറുടെ തത്വം എന്ന് പറയേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ആ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ ആ സിസ്റ്റം ആ മാറ്റം എന്ത് ചെയ്യും, പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ആ ഒരു പഴയ സന്തുലിതാവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീ ചാറ്റ്ലിയറുടെ തത്വം എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ, ഇപ്പൊ ചൂട് കൂടിയാൽ എന്ത് ചെയ്യും, ആ സിസ്റ്റം ചൂട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അവർ എന്ത് ചെയ്യും, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഉൽപ്പന്നത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കാനായിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളാവുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് അത് എന്ത് ചെയ്യും, മാറും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ലീ ചാറ്റ്ലിയറുടെ തത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ റിയാക്ഷൻ കാണിച്ചിട്ട് എന്താണ്, എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു രണ്ട് അഭികാരങ്ങൾ സി പ്ലസ് ഡി എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കെ സി എന്ന് പറയുന്നതിനാണ് നമ്മൾ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്വിലിബ്രിയം കോൺസ്റ്റന്റ് അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഉൽപ്പന്നങ്ങളുടെ കോൺസെൻട്രേഷൻ ഗാഢതകൾ ഡിവൈഡഡ് ബൈ അതിന്റെ ആ ഒരു അഭികാരങ്ങളുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിന്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉള്ള അതിന്റെ ആ ഒരു എന്താണ്, ആ എക്വിലിബ്രിയത്തിന്റെ കോൺസ്റ്റന്റ് ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സമയം, അത് എക്വിലിബ്രിയം ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ റിയാക്ഷൻ കോഷ്യന്റ് ക്യൂ സി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഉൽപ്പന്നങ്ങളുടെ കോൺസെൻട്രേഷനും അഭികാരങ്ങളുടെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, അതിന്റെ റിയാക്ഷൻ കോഷ്യന്റ്. എന്നാൽ എക്വിലിബ്രിയത്തിൽ ആവുന്ന സമയത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ അവരാണ് എന്തെന്ന് പറയുന്നത്, എക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്യൂ സി, അതിന്റെ റിയാക്ഷൻ കോഷ്യന്റ് എക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാൾ കുറവാണെങ്കിൽ അത് എക്വിലിബ്രിയത്തിൽ എത്തിയില്ല അല്ലെ, അപ്പൊ റിയാക്ഷൻ എന്ത് ചെയ്യും, വികാരങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളാവാനായിട്ട് ശ്രമിക്കും, കൂടുതൽ എന്ത് ചെയ്യും, പുരോപ്രവർത്തനം നടക്കും. അതായത് ഈ ഒരു ദിശയിലേക്ക് നടക്കും, വലത്തോട്ട് റിയാക്ഷൻ നടക്കും. അതായത് ഇഫ് ക്യൂ സി ലെസ് ദാൻ കെ സി, റിയാക്ഷൻ എന്ത് ചെയ്യും, ആ ഒരു റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. എന്നാൽ ഇഫ് ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആണെങ്കിൽ നമ്മൾ ആ ഒരു മെഷർ ചെയ്ത ക്യൂസിയുടെ വാല്യൂ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂവിനേക്കായി എന്താണ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, റിയാക്ഷൻ തിരിച്ച് ലെഫ്റ്റിലേക്ക് നടക്കും. എന്നാൽ രണ്ടും വാല്യൂ ഈക്വൽ ആണെങ്കിൽ, ഇഫ് ക്യൂ സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ റിയാക്ഷൻ എന്ത് ചെയ്തു, ഒരു രാസസന്തുലന അവസ്ഥ കൈവരിച്ചു, എക്വിലിബ്രിയത്തിൽ എത്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കണ്ടീഷനിൽ നോക്കാം, നമുക്ക് ചുവടെ ചേർത്തിരിക്കുന്ന ഏത് അവസ്ഥയിലാണ് ഒരു രാസപ്രവർത്തനം പുരോപ്രവർത്തന ദിശയിൽ നടക്കുന്നത്, അത് ഏത് കണ്ടീഷനായിരിക്കും, ക്യൂ സി ലെസ് ദാൻ കെ സിയിലായിരിക്കും റിയാക്ഷൻ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇത് പുരോപ്രവർത്തനം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 14, സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും അടങ്ങിയ അയിരുകളുടെ സാന്ദ്രണ പ്രക്രിയയിൽ ഡിപ്രസന്റ് ആയി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് നിങ്ങൾ അറിയുക. അത് സോഡിയം സയനൈഡ് ആണ് കേട്ടോ, സോഡിയം സയനൈഡ് ആണ്. ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്, ക്ലിക്ക് രസതന്ത്രമാണ് കേട്ടോ. ക്ലിക്ക് രസതന്ത്രത്തെയാണ് നമ്മൾ ലിഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി യു പി സ്കൂൾ ടീച്ചർ 2022 ചോദിച്ച ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊളോയിഡുകളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. കൊളോയിഡുകളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് എന്താണ് കൊളോയിഡ് എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലൊരു കൊളോയിഡാണ്. നമ്മുടെ ഇങ്ക് മഷി എന്താണ്, ഒരു കൊളോയിഡാണ്. അതായത് നമുക്ക് ലായനി ഉണ്ട്, കൊളോയിഡ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്. ഇവർ മൂന്നുമാണ് നമുക്കുള്ളത്, ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ.
ലായനി നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഒരു പഞ്ചസാര നമ്മൾ വെള്ളത്തിൽ നല്ല രീതിയിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത് പഞ്ചസാര ലായനി എന്ന് പറയുന്നത്. ഉപ്പാണെങ്കിൽ അത് ഉപ്പ് ലായനിയാണ്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാല് അല്ലെങ്കിൽ മഷിയൊക്കെ എന്താണ് കൊളോയിഡിന് ഉദാഹരണമാണ്. അതിന്റെ ചെറിയ കണികകൾ ഉണ്ടല്ലേ. മിൽക്കിലാണെങ്കിൽ എന്തുണ്ട്, പാലിലാണെങ്കിൽ ആ ബട്ടർ ഫാറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അതിൽ എന്തുകൊണ്ട് അതിൽ ചെറിയ കണികകൾ കാണാനായിട്ട് സാധിക്കും. കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കത്തില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ചെറിയ കണികൾ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു വെള്ളത്തിലേക്ക് ഇത്തിരി മണ്ണ് വാരി ഇടുകയാണ്. എന്നിട്ട് നമ്മൾ കുറെ നേരം കലക്കിയിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മണ്ണ് താഴെ സെറ്റിൽ ചെയ്യും അല്ലെ, ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അതിലെന്ത് ചെയ്യാൻ പറ്റും, ആ രണ്ട് പാർട്ടിക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിച്ച് കാണാനായിട്ട് സാധിക്കും അല്ലെ, നമ്മുടെ നേത്രം കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരാണ് എന്ത് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രോപ്പർട്ടീസ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ. ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ കൊളോയിഡിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് മഷി. നിങ്ങൾ മഷി ഒരു അരിച്ച് വേർതിരിക്കാനായിട്ട് സാധിക്കുമോ, ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആണ്. പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ നമ്മളൊരു സൊല്യൂഷൻ ലായനി എടുത്തു, കൊളോയിഡ് എടുത്തു, സസ്പെൻഷൻ എടുത്തു. നമ്മൾ ഇതിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ലായനിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ പാത കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ കൊളോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാത കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ അല്ലെ. സസ്പെൻഷൻ ആണെങ്കിൽ ചില സസ്പെൻഷൻ കാണിക്കും, ചില സസ്പെൻഷൻ എന്ത് ചെയ്യത്തില്ല, കാണിക്കത്തില്ല. അപ്പൊ കൊളോയിഡിന്റെ കേസിൽ ഈ ഒരു പാത എന്താണ്, ദൃശ്യമാണ് അല്ലെ, അത് വിസിബിൾ ആണ്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആണ്. പദാർത്ഥ കണികളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് കഴിയും. കാണാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പാലിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ മഷിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് പദാർത്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 1 ആണ്. അടുത്ത ചോദ്യമാണ്, ഏതാനും ആസിഡുകളുടെ അയോണീകരണ സമവാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏതെല്ലാം? HCl ആണെങ്കിൽ H+ഉം Cl- മാറും, അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. H2CO3 ആണെങ്കിൽ എന്തായിട്ട് മാറും, 2H+ഉം CO3 2- മാറും, അതും കറക്റ്റ് ആണ്. H2SO4 H+ഉം HSO4- മാറും, അതും കറക്റ്റ് ആണ്. വീണ്ടും വേണമെങ്കിൽ ഈ HSO4 എന്തായിട്ട് മാറാം, H+ഉം SO4 2- മാറിയിട്ട് 2H+ഉം SO4 2- വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവരും എന്താണ്, കറക്റ്റ് ആണ്. H3PO4 3H++ PO4 3- എന്താണ്, കറക്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇവർ നാലും എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഏത് വരും, ആൾ ഓഫ് ദി എബോവ് ആണ് ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ 18, പീരിയോഡിക് ടേബിളിലെ ക്രമവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. പിരീഡിൽ ഇടതുനിന്നും വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ആറ്റത്തിന്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. നമുക്ക് നോക്കാം. നമ്മളൊരു പീരീഡിൽ ഉള്ള ഒരു 3 മൂലകങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. നമ്മൾ നേരത്തെ കാണിച്ചാണ്, രണ്ടാമത്തെ പീരീഡിലാണ് ഇവർ വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒരു പീരീഡിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്, പീരീഡിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. അത് കറക്റ്റ് ഓപ്ഷൻ അല്ലേ? കാരണം ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഈ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇലക്ട്രോണിനെ പിടിച്ച് എന്ത് ചെയ്യും, വലിക്കും, കൂടുതൽ വലിക്കും. അപ്പൊ ആറ്റം എന്ത് ചെയ്യും, നല്ലപോലെ ഷ്രിങ്ക് ആവും. അപ്പൊ അവിടെ സൈസ് എന്ത് ചെയ്യും, കുറയും. ഓപ്ഷൻ 1 എന്താണ്, കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, പീരീഡിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. എന്താണ്, ഇവിടെ 6 പ്രോട്ടോൺ പ്ലസ് ആയിരുന്നു അല്ലെ, ഇങ്ങോട്ട് പോകുന്നതോറും എന്ത് 8 കൂടി അല്ലെ, 8 പ്രോട്ടോൺ പ്ലസ് ആയി. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്, കറക്റ്റ് ആണ്. ന്യൂക്ലിയർസിന്റെ ചാർജ് എന്ത് ചെയ്തു, കൂടി. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. എന്താണ് അയോണീകരണ ഊർജം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെല്ലിൽ നിന്ന്, അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാനുള്ള ഒരു എബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത് അയോണൈസേഷൻ ഊർജം അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കേസിൽ ഒരു P+ ആയിരുന്നു അല്ലെ, എന്തിന്റെ കേസിൽ, ഹൈഡ്രജന്റെ കേസിൽ. പക്ഷെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താഴേക്ക് വരുംതോറും ഈ ന്യൂക്ലിയസിൽ നിന്നും അതിന്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, അകലം കൂടുന്നുണ്ട് അല്ലെ. ഇവിടെ ആകുമ്പോൾ അത് 3ാമത്തെ ഷെല്ലാണ് അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ അകലത്തിലാണ്. അതായത് ഇവര് തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് പുറത്തേക്ക് പോകും. ഈ ഇലക്ട്രോണിനെ നമുക്ക് അയണൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സോഡിയത്തിന്റെ കേസിലാണ് നമുക്ക് ഈ ഒരു 3 കേസ് എടുത്തു കഴിഞ്ഞാൽ, സോഡിയത്തിന്റെ കേസിൽ നമുക്ക് കുറച്ച് അയണൈസേഷൻ എനർജി വേണ്ടത്. എന്തിനെ, ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാനായിട്ട്. അതായത് ഒരു പീരീഡിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അതിന്റെ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അത് ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു. അപ്പൊ ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഏത് വരും, ആൾ ഓഫ് ദി എബോവ്. ഈ 3 പോയിന്റ് എന്താണ്, കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ 19, 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. 180 ഗ്രാം ജലത്തിൽ. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഒരു വെള്ളത്തിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. H2O ആണ് കേട്ടോ.
അപ്പൊ ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 അങ്ങനെ 2 ഹൈഡ്രജൻ ഉണ്ടായത് 2 ഹൈഡ്രജൻ എത്ര മാസ് വരും? 2 മാസ് വരും. ഓക്സിജന്റെ എത്രയാണ്? 16 അതിന്റെ അറ്റോമിക മാസ്. 16 2 കൂടെ ചേർത്ത് എത്രയായിട്ട് വരും? 18 ഗ്രാമാണ് എന്ത്? വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ഗ്രാമാണ്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 1 മോള് വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് എത്രയാണ്? 18 ഗ്രാമാണ്. അതായത് 18 ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 18നെ ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ 1/18 മോൾ എന്ന് കിട്ടും. 1 ഗ്രാം എന്ന് പറയുന്നത് 1/18 മോൾ എന്ന് കിട്ടും. ചോദ്യം എന്ന് പറയുന്നത് 150 ഗ്രാം ജലത്തിൽ എത്ര ജലതന്മാത്രകൾ ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ 150 ഗ്രാം കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഈ 1/18നെ 1 ഗ്രാമിന് 1/18 ആണ്. അങ്ങനെ 150 ഗ്രാമിന് 180 ഇൻറ്റു 1/18 ആണ്. 18 18 വെട്ടിപ്പോയി എത്ര കിട്ടും? നമുക്ക് 10 മോൾ എന്ന് കിട്ടും. അപ്പൊ മോള് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലെ തന്മാത്ര മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവോഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 × 10⁻23 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടും? 10 × 6.022 × 10⁻23 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ എന്ന് പറയുന്നത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. ഉരുക്കി വേർതിരിക്കൽ, കാൽസിനേഷൻ, ലീച്ചിങ്, റോസ്റ്റിംഗ്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സുകളാണ്. 1 സാന്ദ്രീകരിച്ച അയിരിനെ അതിന്റെ ഓക്സൈഡാക്കി മാറ്റുന്ന പ്രക്രിയ. 2 അതിനെ നിരോക്സീകരണം നടത്തുന്ന പ്രോസസ്സ്. ഇതിലെ ആദ്യത്തെ പ്രോസസ്സ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്ന പ്രോസസ്സ് 2 രീതിയിലാണ്. ഒന്ന് കാൽസിനേഷനും ഒന്ന് റോസ്റ്റിങ്ങും. കാൽസിനേഷൻ നടത്തുന്നത് വായുവിന്റെ അസാന്നിധ്യത്തിലാണ്. എന്നാൽ റോസ്റ്റിംഗ് നടത്തുന്നത് വായുവിന്റെ സാന്നിധ്യത്തിലാണ് കേട്ടോ. നിങ്ങൾ അറിയേണ്ടത് കാൽസിനേഷൻ നടത്തുന്നത് പറയുന്നത് അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ നമ്മൾ ചൂടാക്കിയാണ് ഇത് നടത്തുന്നത് കാൽസിനേഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഇനി ഓക്സൈഡ് ആക്കിയ അയറിന്റെ നിരോക്സീകരണം നടത്തുന്നത് നമ്മൾ നിരോക്സികാരികൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ ക്രിയാശീലം കൂടിയ മൂലകങ്ങളായ ഏതാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഒക്കെയാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നതാണ് കാൽസിനേഷനും റോസ്റ്റിംഗുമാണ് എന്തിനു ഉപയോഗിക്കുന്നത്? സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? കാൽസിനേഷനും റോസ്റ്റിംഗും ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലോഹ ശുദ്ധീകരണത്തിന് യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഒന്ന് ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ, ഉരുക്കി വേർതിരിക്കൽ. പിന്നെ സ്വേദനം, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ. പിന്നെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഒക്കെ എന്തിനു ഉപയോഗിക്കുന്നതാണ്? നമ്മളൊരു മെറ്റലിനെ എന്ത് ചെയ്യാൻ ശുദ്ധീകരിക്കാനായിട്ട് റിഫൈനിങ് നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. എന്നാൽ ഒരു അയിരുകളുടെ സാന്ദ്രീകരണം നടത്താനായിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഓർ നടത്താനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ കേട്ടോ, അതിന് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, കാന്തിക വിഭജനം, മാഗ്നറ്റിക് സെപ്പറേഷൻ, പിന്നുള്ളതാണ് ലീച്ചിങ്. അപ്പൊ ഈ ഒരു പ്രോസസ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞ് വെക്കുക. ക്വസ്റ്റ്യൻ 21. ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ഇതാണ്: ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? അപ്പൊ ഈ ഒരു പുരോപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് 2023-ലും 2022-ലും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ഇതാണ്: സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. അതായത് ഈ ഒരു ഡയറക്ഷനിൽ ഒരു റൈറ്റ് സൈഡിലോട്ട് ഡയറക്ഷനിൽ നടക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പുരോപ്രവർത്തനം എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. ഇവിടുത്തെ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ പോസിബിൾ ആവുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ താപനില വർദ്ധിപ്പിക്കുന്നു, ചൂട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോസസ്സിംഗ് കൂടെ നടക്കും എന്നാണ് പറയുന്നത്. മർദ്ദം വർദ്ധിപ്പിക്കുന്നു, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെ എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന എയുടെ ഗാഢത വർദ്ധിപ്പിക്കും എന്നാണ് ഓപ്ഷൻസ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ലേ ചാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ലേ ചാറ്റ്ലിയർ തത്വം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. നിങ്ങൾ അറിയേണ്ടത് പ്രഷറിന്റെ കാര്യം, നമ്മൾ ആദ്യമേ അതിന്റെ പ്രഷറിന്റെ കാര്യമാണ് എടുക്കുന്നതെന്ന് വെക്കുക. അപ്പൊ നമ്മൾ പ്രഷർ കൂട്ടുകയാണെങ്കിൽ ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, എവിടാണോ ഈ ഒരു നമ്പർ ഓഫ് മോൾസ്, ഇവിടെ നിങ്ങൾ നോക്കി ഈ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമുക്ക് 3 + 1 4 മോളാണ് ആരുള്ളത്? സ്റ്റാർട്ടിംഗ് മെറ്റീരിയലുള്ളത്. എന്നാൽ ഉൽപ്പന്നം നമുക്ക് എത്ര മോളുണ്ട്? 2 മോളാണുള്ള ഗ്യാസ് ആയിട്ടുള്ള 2 മോളാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് കൂടുതൽ മോളുള്ള അടത്തു നിന്ന് എന്ത് ചെയ്യും? കുറഞ്ഞ മോളുള്ളടത്തേക്കായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ നമ്മൾ പ്രഷർ കൂട്ടുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കും. അതായത് എന്ത് പ്രോസസ്സ് നടന്നു? പുരോപ്രവർത്തനം നടന്നു. ഓക്കെ, ഇനി രണ്ടാമത് നിങ്ങൾ അറിയേണ്ടത് ടെമ്പറേച്ചറിന്റെ കേസാണ്. താപനില വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇവിടെ ഈ ഒരു ഇക്വേഷൻ അവർ പ്ലസ് താപം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് ചൂട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് കളയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ചൂട് പുറത്തേക്ക് കളയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പൊ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ചൂട് ഉണ്ടാവുകയാണ്. ആൾറെഡി അവിടെ ചൂട് ഉണ്ടാവുന്നുണ്ട്.
ഇനി നമ്മൾ വീണ്ടും ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ഇങ്ങോട്ട് പോകാനായിട്ട് അത് സമ്മതിക്കത്തില്ല. കാരണം എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കുമ്പോൾ ചൂട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ലീ ചാർട്ടിലെ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് ചെയ്യും? അത് ആ ചൂട് കുറയ്ക്കാനേ നോക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കത്തില്ല, പകരം എന്ത് ചെയ്യും? ഇങ്ങോട്ടേ നടക്കത്തുള്ളൂ. ഓക്കെ. ഇനി അടുത്ത നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പം കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ഉൽപ്പന്നങ്ങളെക്കായെങ്കിൽ അത് എന്ത് ചെയ്യും? ഈ ഒരു പുരോപ്രവർത്തന ദിശയിലായിരിക്കും സഞ്ചരിക്കുക. അതായത് എന്ത് ചെയ്യും? അത് ഈക്വൽ ആയിട്ട് എക്വിലിബ്രിയം കൈവരിക്കാനായിട്ട് ശ്രമിക്കും. അതായത് ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ, ഇവിടുത്തെ ഗാഢതയാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ വായിച്ചു നോക്കുക. സിയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. സി എവിടെയാണ് വരുന്നത്? ഉൽപ്പന്നത്തിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുവാണെങ്കിൽ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കുമോ? ഇല്ല. ഇങ്ങോട്ടേ നടക്കത്തുള്ളൂ, ഇങ്ങോട്ടേ നടക്കത്തുള്ളൂ. അല്ലെ? കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ അത് ശ്രമിക്കത്തുള്ളൂ. അപ്പൊ ഇതെന്താണ്? ഓപ്ഷൻ തെറ്റാണ്. താപനില വർദ്ധിപ്പിക്കുന്നു. ആൾറെഡി ഇതും തരുന്നുണ്ട്, ചൂട് തരുന്നുണ്ട്. നമ്മൾ വീണ്ടും ഈ റിയാക്ഷനിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കില്ല, തിരിച്ച് ഇങ്ങോട്ടേ നടക്കുള്ളൂ. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ നോക്കി, ഇവിടെ 4 എന്താണുള്ളത്? മോളാണുള്ളത് ഗ്യാസ്. ഇവിടെ 2 മോളാണുള്ളത്. അപ്പം എന്ത് ചെയ്യും? ഇവിടെ 4 ഇവിടെ 2 ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, കുറഞ്ഞ അടത്തേക്ക് മൂവ് ചെയ്യും. അപ്പൊ പ്രഷർ വർദ്ധിപ്പിക്കുന്നത് എന്താണ്? കറക്റ്റ് ഓപ്ഷൻ ആണ്. എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. അതായത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിന്റെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിന്റെ ഗാഢത വർദ്ധിപ്പിച്ച് എന്ത് സംഭവിക്കും? ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കും, അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യും? പ്രോസസ്സ് ഒരു പുരോപ്രവർത്തനം നടക്കും. അപ്പൊ മർദ്ദം വർദ്ധിപ്പിക്കുന്നു, എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ എന്താണ്? 3ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? 3ഉം 4ഉം വരുന്നത് ഓപ്ഷൻ എ ആണ്. അതാണ് ഉത്തരം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഈ പ്രഷറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ മോള് കൂടുതലാണ്, ഇവിടെ മോള് കുറവാണ്, അല്ലെ? അതുകൊണ്ടാണ് പ്രഷർ കൂട്ടുമ്പോൾ ഈ റിയാക്ഷൻ ഇങ്ങോട്ട് നടന്നത്. എന്നാൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കി, ഇവിടെ 1 മോള് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 1 മോള് അയഡിൻ ഉണ്ട്, 2 മോള് HI ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ മോളുകളുടെ എണ്ണം മൊത്തത്തിൽ എത്രയാണ്? 1 1 2 ആണ്. ഇവിടെ എത്രയാണ്? 2 ആണ്. ഈ ഒരു റിയാക്ഷന്റെ കേസിൽ രണ്ടിടത്തും ആ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ നമ്പർ ഓഫ് മോൾസ് സെയിം ആയതുകൊണ്ട് 2 2 ആയതുകൊണ്ട് ഈ ഒരു കേസിൽ നിങ്ങൾ മർദ്ദം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? അത് ഇങ്ങോട്ട് നടക്കത്തില്ല കേട്ടോ. അവിടെ എന്ത് ചെയ്യണം? ആ ഒരു വ്യത്യാസം വരണം. ഇവിടെ കൂടുതലും ഇവിടെ കുറവുമായാൽ മാത്രം നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പുരോപ്രവർത്തനം നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ 22. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറിസം ഏതെല്ലാം എന്നാണ് ചോദ്യം. ഫങ്ഷണൽ ഐസോമേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്താണ് ഫങ്ഷണൽ ഐസോമറിസം എന്നറിയണം. ഒരേ കെമിക്കൽ ഫോമുലയും ഡിഫറന്റ് ഫങ്ഷണൽ ഗ്രൂപ്പും ഉള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുന്നത്. അവരുടെ ഫോമുല സെയിം ആയിരിക്കണം, കെമിക്കൽ ഫോമുല, പക്ഷെ അവരിൽ ഡിഫറന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് കാണണം. ഈ തന്നിരിക്കുന്ന 4 പേരിൽ ഏതൊക്കെയാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ OH ഉണ്ട്, അല്ലെ? ആൽക്കഹോൾ ഉണ്ട്. അവരാണ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടുത്തെ കേസിലോ അതും OH തന്നെയാണ്. ബാക്കി എല്ലാവരും കാർബണും ഹൈഡ്രജനും ആണ്, അല്ലെ? OH മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്നാൽ ഈ ഒരു കേസിൽ ഓക്സിജൻ ആണ്, ഓക്സിജൻ ഈതർ ആണ് കേട്ടോ. ഇതിന് നമ്മൾ ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കഹോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് കേട്ടോ. ഇത് ഓക്സിജൻ വരുന്നതിന് ഈതർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈതർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഇവിടെ OH ഉണ്ട്, ആൽക്കഹോൾ ആണുള്ളത്, അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ ഓരോരോ കെമിക്കൽ ഫോമിൽ നമ്മൾ എഴുതി നോക്കും. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 കാർബൺ ഉണ്ട്, അല്ലെ? എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 5 6 ഹൈഡ്രജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ ഉണ്ട്. അപ്പം 2 കാർബൺ 6 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പൊ എങ്ങനെ എഴുതാം? C2H6O ആണ് ഇവരുടെ എന്ത്? കെമിക്കൽ ഫോമുല. ഇവിടെ നോക്കി 1 2 3 3 കാർബൺ ഉണ്ട്, 3 4 7 8 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്. അപ്പം C3H8O ആണ് ഇവരുടെ കെമിക്കൽ ഫോമുല. ഇവരുടെ എങ്ങനെ എഴുതാമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? C2H6O ആണ്. ഇവരുടെ എത്രയാണ് കിട്ടുന്നത്? C3H8O ആണ് കിട്ടുന്നത്. ഇനി ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ കെമിക്കൽ ഫോമുല ആയിരിക്കണം. അപ്പൊ ഇവരുടെ കെമിക്കൽ ഫോമുല ഒരേപോലെ ആർക്കൊക്കെയാണ്? 1നും 3നും ഒരേ കെമിക്കൽ ഫോമുലയാണ്, അല്ലെ? 2നും 4നും എന്താണ്? ഒരേ കെമിക്കൽ ഫോമുലയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത് എന്താണ്? അവിടെ ഡിഫറന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക് മാറ്റം വേണം. 1ഉം 3ഉം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? OH ആണ്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? O ആണ്, അല്ലെ? ആൽക്കഹോളും ഈതറുമാണ്. അതുകൊണ്ട് ഇവർ എന്താണ്? ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. സെയിം കെമിക്കൽ ഫോമുലയാണ്, പക്ഷെ ഡിഫറന്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇവരിലുള്ളത്. അതുകൊണ്ട് ഇവരെന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് പൊസിഷണൽ ഐസോമറിസം ഉണ്ട്. അതായത് ഒരേ കെമിക്കൽ ഫോമുല ആയിരിക്കണം, പക്ഷെ അവർ ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനമായിരിക്കണം മാറേണ്ടത്. സ്ഥാനമാണ് മാറേണ്ടത്. ഇവിടെ നോക്കിയേ, ഓപ്ഷൻ 2ഉം 4ഉം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കെമിക്കൽ ഫോമുല എന്താണ്? സെയിം ആണ്. പക്ഷെ ഇവിടുത്തെ ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1 2 3 രണ്ടാമത്തെ കാർബണിലാണ് OH.
ഇവിടെ നോക്കിയേ 1, 2, 3 മൂന്നാമത്തെ കാർബണിലാണ് OH അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതായത് രണ്ടാമത്തെ കാർബണിൽ OH അറ്റാച്ച് ചെയ്തു, മൂന്നാമത്തെ കാർബണിൽ OH അറ്റാച്ച് ചെയ്തു. പക്ഷെ സെയിം കെമിക്കൽ ഫോമുലയാണ് അല്ലെ. അങ്ങനെ ആ ഒരു പൊസിഷനിൽ മാത്രം വ്യത്യാസമുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷനിൽ മാത്രം വ്യത്യാസമുണ്ടെങ്കിൽ അവരാണ് എന്ത് പൊസിഷണൽ ഐസോമേഴ്സ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പൊസിഷണൽ ഐസോമേഴ്സ് ഏതാണ് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? 2ഉം 4ഉമാണ് ഉത്തരം. ഒരേ കെമിക്കൽ ഫോമുല ആയിരിക്കണം, പക്ഷെ ഡിഫറന്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷൻ എന്തായിരിക്കണം? ഡിഫറന്റ് ആയിരിക്കണം. ഇനി നമുക്ക് ചെയിൻ ഐസോമേഴ്സ് ഉണ്ട്. ചെയിൻ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം കെമിക്കൽ ഫോമുല തന്നെ ആയിരിക്കണം, പക്ഷെ അവരുടെ ചെയിന്റെ ലെന്ത് എന്തായിരിക്കണം? ഡിഫറന്റ് ആയിരിക്കണം. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പെന്റെയിൻ, ഐസോപെന്റെയിൻ, നിയോപെന്റെയിൻ. നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ കെമിക്കൽ ഫോമുല എല്ലാത്തിനും സെയിം ആണ് കേട്ടോ. നിങ്ങൾ എഴുതി നോക്കി കഴിഞ്ഞാൽ ഒരേ കെമിക്കൽ ഫോമുല ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇവരുടെ ലെന്ത് നോക്കിയ ചെയിന്റെ ലെന്ത് ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 5 ചെയിനാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും നീളം കൂടി ചെയിൻ ഏതാണ്? 1, 2, 3, 4 ആണ്. ഇവര് ബ്രാഞ്ച് ആണ് അല്ലെ. അതായത് കാർബണിന്റെ എണ്ണം ഒക്കെ സെയിം ആണ്, പക്ഷെ എന്താണ് ഇവരുടെ ആ ചെയിന്റെ ലെന്ത് എത്രയാണ്? കുറവാണ്. ഇവിടെ 4 ചെയിനേ ഉള്ളൂ, ഇവിടെ 5 ചെയിൻ ഉണ്ട്. ഇവിടെ നോക്കിയേ 1, 2, 3 ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ഈ ഡയറക്ഷൻ നമ്മൾ എടുത്താലും ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ഇവർ രണ്ടും എന്തായിട്ട് മാറും? ബ്രാഞ്ച് ആയിട്ട് മാറും. പക്ഷെ മൊത്തത്തിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. അപ്പൊ ഇവരെന്താണ്? ചെയിൻ ഐസോമർസമാണ്. ഒരേ കെമിക്കൽ ഫോമുലയും, പക്ഷെ അവരുടെ മെയിൻ ചെയിന്റെ ലെന്ത് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ചെയിൻ ഐസോമറിസം എന്ന് പറയാം. ക്വസ്റ്റ്യൻ 23. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ അലോട്രോപ്സ് ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ക്യുമീൻ ഒരു അലോട്രോപ്പ് അല്ല കേട്ടോ. ക്യുമീൻ എന്ന് പറയുന്നത് ഒരു അലോട്രോപ്പ് അല്ല. ഫുളറിൻ, ബക്മിനിസ്റ്റർ ഫുളറിൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാർബൺ 60 ആണ് കേട്ടോ. ഇത് കാർബൺ 60 എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ബക്മിനിസ്റ്റർ ഫുളറിൻ എന്നൊക്കെ വിളിക്കുക കേട്ടോ. ഇതെന്താണ്? കാർബണിന്റെ അലോട്രോപ്പ് ആണ്. ഗ്രാഫൈറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കാർബണിന്റെ അലോട്രോപ്പ് ആണ്. ഗ്രാഫീനും എന്താണ്? ഗ്രാഫീനും നമ്മൾ ഗ്രാഫൈറ്റിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു കാർബണിന്റെ അലോട്രോപ്പ് ആണ് എന്ത്? ഗ്രാഫീനും എന്ന് പറയുന്നത്. പിന്നെ ഡയമണ്ടും എന്താണ്? കാർബണിന്റെ അലോട്രോപ്പ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ അലോട്രോപ്പ് അല്ലാത്ത ആരാണ്? ക്യുമീൻ ആണ് അലോട്രോപ്പ് അല്ലാത്തത്. അപ്പൊ ഓപ്ഷൻ 2ഉം 3ഉം 4ഉം വരുന്ന ഏത് ഓപ്ഷൻ ആണ്? 2ഉം 3ഉം 4ഉം വരുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ 24. 30 ഗ്രാം ഗ്ലൂക്കോസ് 120 ഗ്രാം ജലത്തിൽ ലയിച്ചു കിട്ടുന്ന 150 ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസിന്റെ മാസ് ശതമാനം എത്രയാണ്? മാസ് ശതമാനം അല്ലെങ്കിൽ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ്. വളരെ എളുപ്പമാണ്. മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് സാധനമാണോ നമ്മൾ കലക്കിയത് അതിന്റെ മാസ് ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അതായത് 30 ഗ്രാം ഗ്ലൂക്കോസ് നമ്മൾ എടുത്തു. എത്ര ഗ്രാം വെള്ളത്തിൽ കലക്കി? 120 ഗ്രാം വെള്ളത്തിൽ കലക്കി. അപ്പൊ 30 ഡിവൈഡഡ് ബൈ മൊത്തത്തിൽ എത്ര മാസം ഉണ്ട്? 120ഉം 30. അതായത് മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട്, ആ എടുത്ത സാധനത്തിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള ആ ഒരു കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100. അതായത് മാസ് ഓഫ് സൊല്യൂട്ട് എടുത്ത സാധനം ഏതാണ്? ഗ്ലൂക്കോസ് ആണ്. അതിന്റെ മാസ് എത്രയാണ്? 30 ആണ്. മൊത്തത്തിലുള്ള മാസ് എത്രയാണ്? 30 പ്ലസ് 120 എത്രയാണ്? 150 ആണ്. ഇൻറ്റു 100. അപ്പൊ നിങ്ങൾക്ക് അറിയാം 30 ഇൻറ്റു 100 എത്രയാണ്? 3000 ആണ്. 3000 നിങ്ങൾ 150 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 20 ആണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ്. LP സ്കൂൾ അസിസ്റ്റന്റ് 2022 ചോദിച്ചൊരു ചോദ്യമാണ്. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോണിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന ആ ഒരു വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഈ ഒരു നിയമം പറയുന്ന ആ ഒരു നിയമത്തിന്റെ പേരാണ് ഫാരഡേയുടെ വൈദ്യുത വിശ്ലേഷണ നിയമമാണ് കേട്ടോ. ഒന്നാം വൈദ്യുത വിശ്ലേഷണ നിയമമാണ് ഈ ഒരു നിയമം പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബന്ധമില്ല, വിപരീത അനുപാതമാണ്, നേർ അനുപാതമാണ്, തുല്യം എന്നാണ് ഓപ്ഷൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ഈ ഒരു വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്നൊന്ന് പെട്ടെന്ന് അറിഞ്ഞു വെക്കണം. ഇത് നമ്മളൊരു ഇലക്ട്രോളിറ്റിക് സെൽ അല്ലെങ്കിൽ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 ഇലക്ട്രോഡുകളുണ്ട്. പ്ലാറ്റിനം ഇലക്ട്രോഡാണ് നമ്മൾ എടുത്തത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ കിട്ടുന്ന ആ ഒരു ഉപ്പ് ഉണ്ടല്ലേ, അതിനെ നമ്മൾ ചൂടാക്കിയ മോൾട്ടൺ NaCl ആണ് കേട്ടോ. Na+ഉം Cl- ആണ് അതിൻ്റെ അകത്തുള്ളത്. അവരെയാണ് നമ്മൾ സൊല്യൂഷനിൽ എടുക്കുന്നത്. നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ 2 ഇലക്ട്രോഡുകളെ നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ബാറ്ററിക്ക് എന്തുകൊണ്ട് ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, ബാറ്ററിക്ക് ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. നെഗറ്റീവ് ടെർമിനലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ തെള്ളിക്കൊടുക്കും എന്നുള്ളതാണ്. ഇലക്ട്രോണിനെ തെള്ളിക്കൊടുക്കും. പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വലിക്കും കേട്ടോ. ഇലക്ട്രോണിനെ വലിക്കുന്ന ആളാണെന്ത്? പോസിറ്റീവ് ടെർമിനൽ. ഇലക്ട്രോണിനെ തെള്ളിക്കൊടുക്കുന്ന ആളാണെന്ത്? നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്തു? ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ഇലക്ട്രോണെ ഇവർ തെള്ളിക്കൊടുത്ത ഇലക്ട്രോൺ എവിടെ എത്തി? നമുക്കിവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിനെ തെള്ളിക്കൊടുത്ത ഇലക്ട്രോൺ എവിടെ എത്തി? ഇതിലൂടെ വന്ന് ആ സൊല്യൂഷനുള്ള ആരിലെത്തി? Na+ലെത്തി അല്ലെ. നീല കളറുള്ളവരാണ് Na+. അപ്പൊ അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ച് അവർ ഹാപ്പിയായി. അവർ എന്ത് ചെയ്യും? അത് അവിടുന്ന് പോയിട്ട്
ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ ഗാൽവനിക് സെല്ലിൽ കാണിച്ചതിന്റെ കൂട്ടുതന്നെ, പക്ഷേ ഗാൽവനിക് സെല്ലിന്റെ കേസിൽ നമുക്കൊരു ബാറ്ററി വേണ്ട, സിങ്ക് ആണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. പക്ഷേ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ആ ഒരു ബാറ്ററിയാണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, അടുത്ത ഒരു ഇലക്ട്രോൺ വന്നു, ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു, അടുത്ത ഒരാൾ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും, അവർ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യും. നിങ്ങൾ നോക്കുക, നമ്മൾ ഇവിടുത്തെ കറണ്ടിന്റെ അളവ് കൂട്ടി, കൂടുതൽ കറണ്ട് കൊടുത്തു, കൂടുതൽ വോൾട്ടേജ് കൊടുത്ത് എന്ത് സംഭവിക്കും, കൂടുതൽ ഇലക്ട്രോണുകൾ ഒരേ സമയം ഇവിടെ എത്തും അല്ലെ. കൂടുതൽ ഇലക്ട്രോണുകൾ ഒരേ സമയം ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ഈ ഒരു ഇലക്ട്രോണിന്റെ സൈസ് പെട്ടെന്ന് എന്ത് ചെയ്യും, കൂടും. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇവിടെ നമ്മൾ കൂടുതൽ വൈദ്യുതി കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇവിടുത്തെ ഈ ഒരു സാധനം എന്ത് ചെയ്യും, ഒരു അയോൺ പെട്ടെന്ന് എന്ത് ചെയ്യും, ആറ്റമായിട്ട് ഈ ഒരു മെറ്റലിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കേണ്ട, വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ, ഇവർ രണ്ടുപേരെയാണ് നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവുമായി, ഇതാണ് ഇലക്ട്രോലൈറ്റ് കേട്ടോ, സോഡിയം ക്ലോറൈഡ് ആണ് ഇലക്ട്രോലൈറ്റ്, എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു വൈദ്യുതിയുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആളെന്ത് ചെയ്യും, സ്വതന്ത്രമാക്കപ്പെടും അല്ലെ. കൂടുതൽ സാധനം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് നേർ അനുപാതമാണ്. നമ്മൾ വൈദ്യുതി കൂട്ടുന്നതോടും ഇവിടുത്തെ പ്രോസസ്സ് എന്തായാലും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അതുകൊണ്ട് നേർ അനുപാതമാണ് എന്ന് പറയുന്നത് ഉത്തരമെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 26, മാലക്കൈറ്റ് ഏത് ലോകത്തിന്റെ അയിരാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. മാലക്കൈറ്റ്, അപ്പൊ നമ്മൾ നേരത്തെ ഇതേ ഒരു ചോദ്യം വന്നതാണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അയിരുകളുടെ ഒരു ഇമേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അയണിന്റെ പറഞ്ഞിട്ടുണ്ട് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആണ് നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് SCERT പറഞ്ഞിട്ടുള്ളത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. പക്ഷെ അയൺ പൈറേറ്റും ഉണ്ട് കേട്ടോ. അയൺ പൈറേറ്റ് എന്തിന്റെ അയിരാണ്, അയണിന്റെ ആണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. അലുമിനിയത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഏതാണ്, ബോക്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, ക്രയോലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ക്രയോലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് കോപ്പർ ആണ് കേട്ടോ. കോപ്പർ ആണ് എന്തിന്റെ, മാലക്കൈറ്റ് ഏത് ലോകത്തിന്റെ അയിരാണ്, കോപ്പറിന്റെ അയിരാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയും കോപ്പർ മാലക്കൈറ്റും പിന്നെ ചാൾക്കോലൈറ്റും ഒക്കെ എന്തിന്റെയാണ്, കോപ്പറിന്റെ അയിരാണ്. അടുത്ത ചോദ്യം, മുഖ്യ കാന്ത സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു മുഖ്യ കാന്ത സംഖ്യ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. നമ്മുടെ ആ ഒരു ഷെല്ലുകൾ പഠിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ പറയുകയാണ് മെയിൻ ഷെല്ലുകൾ നമുക്ക് KLMN ഉണ്ട്. അതിലെ ഷെൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ മുഖ്യ കാന്ത സംഖ്യ എന്ന് പറയുന്നത്. നിങ്ങൾ N=4, N 4 ആയി കഴിഞ്ഞാൽ അതിൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണമാണ് ചോദ്യം. ഓർബിറ്റലുകളുടെ എണ്ണമാണ് ചോദ്യം കേട്ടോ. അവിടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം സബ്ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്, 4 തന്നെയാണ് അല്ലെ. നമുക്ക് S, P, D, F സബ്ഷെല്ലുകളുണ്ട്. നമ്മുടെ മെയിൻ ഷെല്ല് K എന്ന് പറയുന്നത്, K ഷെല്ലില് അതിന്റെ ഷെൽ നമ്പർ 1 ആണ്, അതിന്റെ കാന്തസംഖ്യ 1 ആണെങ്കിൽ അതിൽ ഒരു സബ്ഷെല്ലായിരിക്കും കാണുന്നത്. ഒരു സബ്ഷെല്ലായിരിക്കും കാണുന്നത്, അതിനെ നമ്മൾ 1s എന്ന് വിളിച്ചു. അതിന്റെ മുഖ്യ കാന്തസംഖ്യ 2 ആണെങ്കിൽ നമ്മൾ അതിൽ 2 സബ്ഷെല്ലുകൾ കാണും, അവരെന്താണ്, 2s 2p ആണ്. ഈ 3 ആണെങ്കിൽ അതിൽ 3 സബ്ഷെല്ല് കാണും, അവരേതൊക്കെയാണ്, 3s 3p 3d ആണ്. 4 ആണെങ്കിൽ അതിൽ 4 സബ്ഷെല്ല് കാണും, അവരേതൊക്കെയാണ്, 4s 4p 4d 4f ആണ്. ഇനി S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തിലാണ് 2 ആണ്. Pയിൽ ഉൾക്കൊള്ളാവുന്നത് 6 ആണ്, Dയിൽ 10 ആണ്, Fയിൽ 14 ആണ്. നമ്മൾ മുമ്പിലത്തെ പീരിയോഡിക് ടേബിളിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇത് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര ഓർബിറ്റലുകളുടെ എണ്ണം എത്ര ആണെന്നാണ് കേട്ടോ. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഷെല്ലാണ്, പക്ഷെ ഓർബിറ്റൽസ് വ്യത്യാസമാണ് കേട്ടോ. ഒരു ഇലക്ട്രോൺ ഒരു സബ്ഷെല്ലിൽ കാണുന്ന ഒരു 3 ഡയമെൻഷണൽ റീജിയനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർബിറ്റൽ എന്ന് പറയുന്നത് ആ ഒരു ഷെല്ലാണ്, അവർ ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ആ ഒരു സഞ്ചാര പാതക്കാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഈ S, P, D, F അല്ലെ, അവർ സബ്ഷെല്ലുകളാണ്. ഈ സബ്ഷെല്ലുകളുടെ അകത്ത് ഇലക്ട്രോണിനെ കാണുന്ന ആ ഒരു 3 ഡയമെൻഷണൽ റീജിയൻ ആണ് എന്ത്, ഓർബിറ്റൽസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് സബ്ഷെല്ലുകൾ S, P, D, F ഉണ്ട്. അതിൽ വരുന്ന ഓർബിറ്റൽസുകൾ, S സബ്ഷെല്ലിന് നമുക്ക് 1 ഓർബിറ്റ് ആണുള്ളത്, P സബ്ഷെല്ലിന് നമുക്ക് 3 ഓർബിറ്റ് ആണുള്ളത്, D സബ്ഷെല്ലിന് നമുക്ക് 5 ഓർബിറ്റ് ആണുള്ളത്, Fന് നമുക്ക് 7 ഓർബിറ്റ് ആണുള്ളത്. ഓരോ ഓർബിറ്റലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 2 ആണ്. അതുകൊണ്ടാണ് Sന് മാക്സിമം 2 പറ്റത്തുള്ളൂ. Pയിൽ 6 പറ്റും, ഓരോ ഓർബിറ്റിലും 2 വെച്ച് 6 ഉൾക്കൊള്ളിക്കാൻ പറ്റും. Dയിൽ എത്ര പറ്റും, 10 പറ്റും അല്ലെ. ഓരോ ഓർബിറ്റിലും 2 വെച്ചിട്ട് 5 ഓർബിറ്റിലായിട്ട് 10 ഇലക്ട്രോൺസ് കൊള്ളും. ഇനി Fല് 14 ആണ്, അതുകൊണ്ട് 7 ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ വെച്ചിട്ട് 14 ഇലക്ട്രോൺസ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ നോക്കുക, മുഖ്യ കാന്തസംഖ്യ 4 ആണെങ്കിൽ അതിലെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്, S, P, D, F ആണ് അല്ലെ. 4 സബ്ഷെല്ലും ഉണ്ട്. അങ്ങനെ S സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്, 1 ഓർബിറ്റ് ഉണ്ട്. Pയിൽ 3 ഓർബിറ്റ് ഉണ്ട്, Dയിൽ 5 ഓർബിറ്റ് ഉണ്ട്, Fല് എത്ര ഓർബിറ്റ് ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ 7 + 5 12 15 16 ഓർബിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു മുഖ്യ കാന്തസംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണ്, 16 ആണ്. നിങ്ങൾ തെറ്റിച്ച് N 4 ആയി കഴിഞ്ഞാൽ
അതിന്റെ എന്ത് ഷെല്ലുകൾ എത്രാമത്തെ ഷെല്ല 4 എഴുതി വെക്കരുത് കേട്ടോ. അതാണ് 16 ഓർബിറ്റൽസ് ആണ് ചോദ്യം. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒരേ ഇലക്ട്രോൺ വരുന്ന സ്പീഷീസ്. നിങ്ങൾക്കറിയാം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് അതിന്റെ അകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 12 തന്നെ ആയിരിക്കും. ഓക്സിജന്റെ 8 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മൈനസ് ആണ് വരുന്നതെങ്കിൽ 1 കൂട്ടണം. ഇവിടെ 2 മൈനസ് ആയതുകൊണ്ട് 2 കൂട്ടണം. അപ്പൊ 8 പ്ലസ് 2 എത്രയാണ്? 10 ആണ്. ഇത് 12 ആണ്, ഇത് 10 ആണ്. അപ്പൊ എന്തല്ല, ഇവര് ഉത്തരവല്ല. ഇനി ബി ഓപ്ഷൻ നോക്കി, Mg2+. മഗ്നീഷ്യത്തിന്റെ 12 ആണ്. 2+ വന്നപ്പോ എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം. അപ്പൊ ഇവരെത്രയായി? 10 ആയി. സോഡിയത്തിന്റെ 11 ആണ്. അപ്പൊ ഇവരെന്തല്ല, ഇവര് ഇലക്ട്രോണിക് സ്പീഷീസ് അല്ല. ഈ O2 മൈനസും Na നിങ്ങൾ നോക്കുക. ഓക്സിജന്റെ എത്ര എന്ന് പറഞ്ഞു? 8 ആണ്. 2 മൈനസ് അതിന്റെ 8 പ്ലസ് 2 എത്ര ആയിട്ട് വരും? 10 ആയിട്ട് വരും. സോഡിയത്തിന് ചാർജ് ഒന്നുമില്ല, അവരെന്ത് തന്നെയാണ്? 11 തന്നെയാണ്. അപ്പൊ ഇതും അല്ല. ഡി ഓപ്ഷൻ നോക്കി, O2 മൈനസ് 8 പ്ലസ് 2 എത്രയാണ്? 10 ആണ്. മഗ്നീഷ്യത്തിന്റെ എത്രയാണ്? 12 ആണ്. പക്ഷെ 2+ എന്ന് കാണിച്ചപ്പോൾ 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. അപ്പൊ എത്രയായി? 10 ആയി. അപ്പൊ 10 ഓപ്ഷൻ ഡി ആണ് എന്തെന്ന് പറയുന്നത് സമ ഇലക്ട്രോണിക് സ്പീഷീസ്. നമ്മൾ നേരത്തെ ഇതേപോലെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ 29. ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2019 ആണ് കേട്ടോ. 2019. 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളുകൾ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലനുമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലനുമാണ്. ഓർഗാനോ കറ്റാലിസിസിനാണ് അവർക്ക് എന്ത് കിട്ടിയത്? 2021 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. ഓപ്ഷൻ എ ആണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം 2023 കിട്ടിയവരുടെ പേരൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആരാണ്? ബവേൻഡി ബ്രൂസ് യെക്കിമോവിനാണ് എന്തെന്ന് പറയുന്നത് 2023 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ആരൊക്കെയാണ്? ബവേൻഡി ബ്രൂസ് യെക്കിമോവ്. ഓക്കെ, അവർ ക്വാണ്ടം ഡോട്ടിന്റെ ഡിസ്കവറിക്കും സിന്തസിസിനുമാണ് 2023 ഈ 3 സയന്റിസ്റ്റുകൾക്ക് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. 2022 കിട്ടിയവരെയും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബെർട്ടോസി, മെൽഡൽ, ഷാർപ്ലസ്, ഇവർക്ക് 3 പേർക്കുമാണ് എന്ത് 2022 നോബൽ പ്രൈസ് കിട്ടിയത് കേട്ടോ. അവർ ക്ലിക്ക് കെമിസ്ട്രിക്കും ബയോ ഓർത്തഗണൽ കെമിസ്ട്രിക്കുമാണ് ആർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്? ബെർട്ടോസിക്കും മെൽഡലിന് അതുപോലെ ഷാർപ്ലസിന് എന്ത് 2022 നോബൽ പ്രൈസ് കിട്ടിയത്. 2021 കിട്ടിയവരെ നമ്മൾ പരിചയപ്പെട്ടു. ആരാണ്? ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലനുമാണ് കേട്ടോ. അവർ അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസിനാണ് അവർക്ക് എന്ത് കിട്ടിയത്? 2021 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലുള്ള സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് വളരെ സാധ്യത ഉള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.